ഹായ് എവ്രിവൺ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഡ്രാമ 2023 ഇറങ്ങിയിട്ടുള്ള ഓൾ ദാറ്റ് വി ലവ്ഡ് എന്ന കൊറിയൻ ഡ്രാമയാണ്. ഈ ഡ്രാമയെ കുറിച്ച് പറയുവാണെങ്കിൽ സ്കൂൾ കാലത്തെ പ്രണയവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാമയാണിത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഡ്രാമയിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിലെ ഹോസ്പിറ്റലിലുള്ള രണ്ട് ചെറുപ്പക്കാരെയാണ് കാണിക്കുന്നത്. ഇവരുടെ പേരാണ് ഗോയുവും ജൂൺഹിയും. ഗോയു ആണെങ്കിൽ എപ്പോഴും എൻജോയ് ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. എന്നാൽ ജൂൺ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റും, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു പുസ്തകപ്പുഴ ടൈപ്പാണ് ഇവർ. ഇപ്പൊ ഇവർ രണ്ടുപേരും എന്ത് സർജറിക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് ഈ ഒരു സമയത്തും വളരെ ഹാപ്പിയായി ഹോസ്പിറ്റൽ ഔട്ട്ഫിറ്റിലും ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരുത്തനെ നീ വേറെ കണ്ടിട്ടുണ്ടോടാ എന്നൊക്കെ ജൂണിനോട് ചോദിച്ച് കളിച്ചിരിച്ച് നടക്കുവാണ് ഗോയു. എന്നാൽ ജൂൺ ആണെങ്കിൽ അവിടെയും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുവാണ്. ശേഷം രണ്ടാളെയും സർജറിക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. തിയേറ്ററിലേക്ക് പോകുന്ന വഴിയും എടാ നിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോ എന്തൊരു കോമഡിയാ എന്നൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചാണ് ഗോയു പോകുന്നത്. ശേഷം ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ ജൂൺ ഗോയുവിനെ നോക്കി താങ്ക്സ് പറയുന്നുണ്ട്. എന്നാൽ ഗോയു ആണെങ്കിൽ മുഖം കൊണ്ട് കോമാളിത്തരമൊക്കെ കാണിച്ച് ജൂണിനെ ചിരിപ്പിക്കാൻ നോക്കുവാണ്. പിന്നീട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ ഓപ്പറേഷനിൽ ഗോയുവിനെ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. ഈ ഒരു വാർത്ത കേട്ടിട്ടായിരിക്കണം ജൂണിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നതായിട്ടും അതിൽ കാണിക്കുന്നുണ്ട്. ശേഷം അവിടെ സീൻ കട്ട് ചെയ്ത് 2023 കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരാളെ കാണിക്കുന്നുണ്ട്. ഇയാൾ രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്കൊക്കെ പോകും. അപ്പൊ അയാളുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു പേപ്പർ പറന്ന് നിലത്ത് വീഴുന്നുണ്ട്. ആ പേജിന്റെ പുറകിൽ നമ്മുടെ ഈ ഡ്രാമയുടെ ടൈറ്റിൽ ഓൾ ദാറ്റ് വി ലവ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇയാൾ കൂളിയൊക്കെ കഴിഞ്ഞ് കോട്ട് സൂട്ടൊക്കെ ഇട്ട് തിരിച്ചു വരുമ്പോൾ ഈ പേപ്പർ കിടക്കുന്നത് കാണുന്നു. അതെടുത്ത് അയാൾ തിരിച്ചു നോക്കുമ്പോൾ അതിൽ ഗോയു, ജൂൺഹി പിന്നെ നടയിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നതും കാണാം. അവിടെ വെച്ച് സീൻ കട്ട് ചെയ്ത് 2006 കാണിക്കുന്നത്. ഇപ്പൊ അവിടെ ഒരു ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുവാണ്. ഗോയുവിന്റെ ടീമും മറ്റൊരു ടീമും തമ്മിലാണ് മത്സരം. അവിടെ മത്സരം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. മറ്റൊരു ഭാഗത്താണെങ്കിൽ ഇപ്പൊ ജൂണും മറ്റൊരു ഫ്രണ്ടും കൂടെ ഗ്രൗണ്ടിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുവാണ്. നമുക്ക് ഈ ഫ്രണ്ടിനെ ജിൻ എന്ന് വിളിക്കാം. നടന്നു വന്നുകൊണ്ടിരിക്കെ ജൂണിനെ മറ്റൊരുത്തം വന്ന് തട്ടുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ജൂണിന് പെട്ടെന്ന് എന്തോ സംഭവിക്കുന്നുണ്ട്. അവന് കാഴ്ചയൊക്കെ മങ്ങുന്ന പോലെ തോന്നുവാണ്. ഈ തട്ടിപ്പോയവനാണെങ്കിൽ ഒരു സീനിയർ ആണ്. ഇവനാണെങ്കിൽ ഇത് ഞങ്ങളുടെ പ്ലേസ് ആണെന്ന് അറിഞ്ഞൂടാ, നിനക്ക് കണ്ണിലേടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജൂൺ ഞാനല്ലല്ലോ നീയല്ലേ എന്നെ വന്ന് തട്ടിയേ എന്ന് തിരിച്ചു ചോദിക്കുവാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന സീനിയർ ഇവനെ അടിക്കാൻ ചെല്ലുമ്പോൾ ഇവനെ ഒരു സാധ വിളിക്കുന്നത് കേട്ട് ഇത്തവണ നീ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് സീനിയർ. മറ്റൊരു ഭാഗത്താണെങ്കിൽ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിന്റെ ഒടുവിൽ ഗോയുവിന്റെ ടീം വിജയിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഇന്നുണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ ജൂണിനോട് കണക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുകയാണ് സീനിയർ. ജൂണിന്റെ അടുത്ത് വന്ന സീനിയർ നീ ഞകളിക്കുന്നത് മൊത്തം അവനെ കണ്ടിട്ടല്ലേ, പക്ഷെ അവൻ ഇന്ന് മൊത്തം മത്സരത്തിന്റെ പേരിൽ ഭയങ്കര ബിസിയാണെന്ന് ഞാൻ കേട്ടെ. നിങ്ങൾ രണ്ടാളും ആണെങ്കിൽ സ്കൂളിൽ ഭയങ്കര ഫേമസ് ആണല്ലോ എന്ന് സീനിയർ പറയുന്നത് കേട്ട് ജൂൺ നീ ഞങ്ങളെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോ ഓ നിന്റെ വായിൽ നാക്കുണ്ടായിരുന്നോ, ഞാനോർത്ത് നീ ഊമയാണെന്ന്. അല്ല നിന്റെ സൗണ്ട് ഒക്കെ കൊള്ളാലോ എന്ന് പറയുകയാണ് സീനിയർ. അപ്പൊ ജൂൺ നീ എന്നെ പൊക്കി പറഞ്ഞ സ്ഥിതിക്ക് നിന്നെ കുറിച്ച് ഞാൻ രണ്ടക്ഷരം പൊക്കി പറയാം. നീ ഗോയു ആയിട്ട് ഫൈറ്റ് ചെയ്താ നീ തന്നെ ആയിരിക്കും ജയിക്കാൻ പോകുന്നത് എന്ന് ജൂൺ പറയുന്നത് കേൾക്കുമ്പോ എന്താ ഞാൻ അവനെക്കാൾ സ്ട്രോങ് ആണോ എന്ന് സീനിയർ ചോദിക്കുമ്പോ അല്ല, കാരണം അവന് നിന്നെ പോലെ വായിട്ടലക്കാൻ അറിയില്ല എന്ന് പറയുകയാണ് ജൂൺ. ഇത് കേട്ട് ദേഷ്യം വന്ന സീനിയർ ജൂണിന്റെ അടുത്തേക്ക് തല്ലാൻ വേണ്ടി പോകുന്നതും അവിടേക്ക് ഗോയു വരുവാണ്. അപ്പൊ സീനിയർ നിന്നെ തൊട്ടപ്പോഴേക്ക് നിന്റെ ആള് പാഞ്ഞെത്തിയല്ലോ, അല്ല നിങ്ങൾ തമ്മിൽ ഡേറ്റിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോ അതൊക്കെ ഒരു സീക്രട്ട് ആടാ എന്ന് പറയുകയാണ് ഗോയു. ശേഷം അവിടെ ഗോയും സീനിയറും തമ്മിൽ ഒരു പൊരിഞ്ഞ നടി തന്നെ നടക്കുവാണ്. എന്നാൽ സാധ ഒന്ന് നോക്കുമ്പോൾ കാണുന്നത് സീനിയർ ഗോയുവിനെ തല്ലി നിലത്തിരുന്നതായിരിക്കും. അതിന്റെ പേരിൽ സീനിയർ ഒരു മുട്ടം പണിഷ്മെന്റ് തന്നെ കിട്ടും. ശേഷം അവരുടെ വീടാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇന്ന് ജൂണിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു 5000 രൂപയുടെ നോട്ട് ലാമിനേറ്റ് ഒക്കെ ചെയ്ത് ജൂണിന് കൊടുക്കുവാണ് ഗോയു. പൈസ ലാമിനേറ്റ് ചെയ്തോ, നീ എന്ത് ഇത്ര പൊട്ടനാണോ എന്ന് ജൂൺ ചോദിക്കുമ്പോ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ മാഡം മോന് കൊടുത്തോളാം എന്ന് പറഞ്ഞ് മാഡം മോയുടെ അടുത്തേക്ക് ഓടുകയാണ് ജൂൺ. മാഡം മോ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വയസ്സായ സ്ത്രീയാണ്. അപ്പൊ മാഡം മോ ആണെങ്കിൽ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവായിരിക്കും. അപ്പൊ ജൂൺ അങ്ങോട്ട് വന്ന് ഇവന് കുറച്ച് ഫുഡ് കൊടുത്താൽ മതി, ഇവൻ എന്നും ക്ലാസ്സിൽ ഒരുത്തനായിട്ട് തല്ലുണ്ടാക്കി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മാഡം മോ എടാ നീ എന്നാടാ ഒന്ന് നന്നാവുന്നേ എന്നൊക്കെ ചോദിച്ച് ഇവനെ ശകാരിക്കുവാണ്. ശേഷം 3 പേരൂടെ കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിക്കുന്നു. പിന്നീട് ഗോയുവിന്റെ അമ്മയ്ക്കും അച്ഛനും കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് പാക്ക് ചെയ്യുന്ന മാഡം മോയോട് അതൊന്നും പാക്ക് ചെയ്യണ്ട, ഞാൻ കൊണ്ടുപോയി കൊടുക്കത്തൊന്നുമില്ല, അവരവരുടെ സ്വന്തം മോൻ കഴിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നില്ല എന്ന് ഗോയു പറയുന്നത് കേൾക്കുമ്പോൾ മാഡം മോ നീ ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാടാ, അതുകൊണ്ടല്ലേ നിന്റെ അച്ഛനും അമ്മയും ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന 2 കുട്ടികളുടെ ഫോട്ടോ നോക്കി നിന്റെ അമ്മ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ ജൂണിന് എനിക്ക് എന്നേ നഷ്ടമായേനെ എന്ന് പറയുകയാണ് മാഡം മോ. നെക്സ്റ്റ് സീനിൽ ഗോയുവിന്റെ അമ്മയും അച്ഛനും ഇവൻ കൊണ്ടുപോയി കൊടുത്ത ഫുഡ് കഴിക്കുവാണ്. ഇവർ രണ്ടുപേരും വലിയ തിരക്ക് പിടിച്ച ഡോക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ കാര്യം നോക്കാനൊന്നും ഇവർക്ക് അധികം ടൈം കിട്ടാറില്ല. അപ്പൊ ഇവന്റെ അമ്മയാണെങ്കിൽ ഇവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതാണെങ്കിൽ ഹെൻറി എഴുതിയിട്ടുള്ള ഒരു ജേഴ്സി ആയിരിക്കും. അപ്പൊ ജേഴ്സി കണ്ട് ഗോയുവിന്റെ അച്ഛനാണെങ്കിൽ നിന്റെ മോൻ കളിക്കുന്നത് ബാസ്കറ്റ് ബോൾ അല്ലാതെ സോക്കർ അല്ല എന്ന് പറയുമ്പോൾ അതെന്താ ബാസ്കറ്റ് ബോൾ കളിക്കുന്നവർക്ക് സോക്കർ കണ്ടൂടെ എന്ന് ചോദിക്കുവാണ് അമ്മ. അപ്പൊ ഗോയു ആണെങ്കിൽ ഇനി അതിന്റെ പേര് കിടന്ന് തമ്മിൽ തല്ലണ്ട, ഞാൻ ഇത് എടുത്തോളാം എന്ന് പറയുകയാണ്. ശേഷം ഗോയു അല്ല നിങ്ങൾ രണ്ടുപേരും അല്ലേ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞത്, എന്താ ഇപ്പൊ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ മോനെ നോക്കാൻ പോലും സമയം കിട്ടുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാ കോടതി പോകുന്നേ എന്ന് അമ്മ പറയുമ്പോൾ അതൊന്നും നീ പേടിക്കണ്ട, അതൊക്കെ ഞാൻ കോടതി പോയി സെറ്റ് ആക്കിക്കോളാം എന്നാണെങ്കിൽ അച്ഛൻ പറയുവാണ്. ശേഷം രണ്ടാളൂടെ നോക്കി പേടിപ്പിക്കുവാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് മോനോട് യാത്ര പറയുകയാണ് അമ്മ. നീ നന്നായിട്ട് വളർന്നു, എന്റെ മോൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ജനിച്ചിട്ട് നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എനിക്ക് ഗോയു എന്ന് പേരിട്ടെ എന്നൊക്കെ പറഞ്ഞ് തന്റെ പേരിന്റെ പേര് പരിഭവം പറയുവാണ് ഗോയു. അപ്പോഴേക്കും അമ്മയ്ക്കാണ് എമർജൻസി റൂമിൽ നിന്ന് കോൾ വന്ന് അമ്മ അങ്ങോട്ട് ഓടും. ശേഷം അവിടെ വെച്ച് 1996 ഗോയുവിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഗോയുവിന്റെ അമ്മയാണെങ്കിൽ വന്നിട്ട് ഒരു ലേഡിയോട് ഞാൻ ഇവിടെയൊക്കെ തപ്പി അവനെ കാണുന്നില്ല, അവനെ കാണുവാണെങ്കിൽ എനിക്കൊന്ന് കോൾ ചെയ്യുക
എന്ന് പറഞ്ഞ് അവരുടെ ഒരു പേഷ്യന്റിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ഒരു റൂമിൽ ഒരു അമ്മയും മോനും ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവിടേക്ക് ഗോയുവിന്റെ അമ്മ വന്ന് ഒന്ന് പുറത്തേക്ക് വരുമോ, കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ റൂമിലിരിക്കുന്ന ആ കുട്ടി നോക്കുമ്പോൾ ഷെൽഫ് തുറന്ന് ഒരു കൊച്ചു പുറത്തേക്ക് വരുന്നു. അപ്പൊ ആ കുട്ടി അവനോട് നിന്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് ഗോയു എന്ന് പറയുകയാണ് കുട്ടി. അപ്പൊ ഈ ഷെൽഫ് തുറന്ന് പുറത്തേക്ക് വന്നത് നമ്മുടെ ഗോയു ആണ്. അപ്പൊ മറ്റേ കുട്ടി നിനക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 8 വയസ്സായി എന്ന് ഗോയു പറയുന്നത് കേട്ട് എന്റെ അനിയൻ ജൂൺഹിയുടെ അതിപ്രായമാണല്ലോ നിനക്കും എന്ന് പറയുകയാണ് ആ കുട്ടി. അപ്പൊ ഇത് നമ്മുടെ ജൂൺഹിയുടെ ചേട്ടനാണ്. പിന്നീട് ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടായി വീണ്ടും 2006 കാണിക്കുന്നത്. ഇപ്പൊ ജൂണും ഗോയുവും ജിന്നും കൂടെ ഒരു ഹെയർ സലോണിൽ ഇരിക്കുവാണ്. അപ്പൊ അവിടെയുള്ള ലേഡി ജൂണിനോട് മുടി സ്റ്റൈൽ ചെയ്ത് തരാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഗോയു ആണെങ്കിൽ അവൻ ഹെയർ സലൂണിലൊന്നും പോയില്ല, അവൻ ഫുള്ള് ബാർബർ ഷോപ്പിന്റെ ആളാ എന്ന് പറഞ്ഞ് ജൂണിനെ കളിയാക്കുന്നുണ്ട്. അപ്പൊ ജിന്നാണെങ്കിൽ എടാ നിങ്ങൾ നമ്മുടെ ട്രാൻസ്ഫർ സ്റ്റുഡന്റിന്റെ കാര്യം കേട്ടോ, അവൾ ഭയങ്കര ഭംഗിയാണെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഗോയു അതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നേടാ എന്ന് പറയുകയാണ്. അപ്പോഴാണെങ്കിൽ ജൂൺ വായിച്ചുകൊണ്ടിരുന്ന മാഗസീനിൽ ജൂണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസിന്റെ ചിത്രം കാണും. എന്നാൽ അവൻ അത് കീറാനായിട്ട് അപ്പുറം തിരിക്കുമ്പോഴാണെങ്കിൽ ഗോയുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ട്രസിന്റെ പടമാണ് അപ്പുറത്തെ പേജ്. ഇത് കണ്ട് ഗോയു ആ ചിത്രം കീറി എടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ജൂണിനെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുവാണ്. ജൂൺ മുടി വെട്ടി വന്നതും ഗോയു ആ ചിത്രം കീറി എടുത്തെന്ന് അറിഞ്ഞ ഇവൻ അവരെ അവിടെ മൊത്തം ഇട്ട് ഓടിക്കുന്നു. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫർ സ്റ്റുഡന്റ് ഇപ്പൊ ഒരു ഷോപ്പിൽ പാർട്ട് ടൈം ജോബിന് നിൽക്കുന്നുണ്ട്. ഇവള് വളരെ സുന്ദരിയാണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവിടേക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന്റെ ഒഴുക്കാണ്. എന്നാൽ ഈ വായനോക്കികളെ കണ്ടിട്ടാണെങ്കിൽ ഇവക്ക് തീരെ പിടിക്കുന്നുമില്ല. മറ്റൊരു ഭാഗത്താണെങ്കിൽ ഗോയും ജൂണും ജിന്നും ഒക്കെ ആ പേജിന് വേണ്ടിയിട്ട് കുട്ടികളെ പോലെ കിടന്ന് ഓടുക. പെട്ടെന്ന് ജൂണിന് പിന്നെയും ആ ഒരു അസ്വസ്ഥത വരുവാണ്. ഇത് കണ്ടുപിടിച്ച് പെട്ടെന്ന് ഗോയു അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ 2023 കാണിച്ച ആ ആളാണ് കാണിക്കുന്നത്. ഇയാള് ഒരു ഡോക്ടറാണ്. ഗോയുവിന്റെ അമ്മ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു ഹെൻറി ജേഴ്സി അവിടെ ചുമരിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ആരാണ്, എന്താണ്, ഇയാളെ എന്തിനിടയ്ക്ക് കാണിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. പിന്നീട് വീണ്ടും അവിടെ വെച്ച് കട്ട് ചെയ്ത് 2006 കാണിക്കുന്നത്. ഇപ്പൊ ഈ പുതിയ ട്രാൻസ്ഫർ സ്റ്റുഡന്റ് നമുക്ക് ഇവളെ മിൻ എന്ന് വിളിക്കാം. അവളിപ്പോ അവളുടെ ചേട്ടന്റെ റൂമിൽ ഗോയുവിന്റെ അമ്മ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള അതേ ഒരു ടൈപ്പ് ജേഴ്സി കൊണ്ടുപോയി പ്രസന്റ് ആയി വെക്കുന്നത് കാണാം. ശേഷം അവള് സ്കൂളിലേക്ക് പോവാണ്. പക്ഷെ ക്ലാസ്സിന് വരാൻ നേരം വൈകിയതുകൊണ്ട് അവിടുത്തെ ഒരു സാർ അവളെ വഴക്ക് പറഞ്ഞ് നിന്റെ ടീച്ചർ അവളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, നീ അവിടെ എവിടെയും പോയിരിക്കുക എന്ന് പറയുകയാണ്. അവൾ ഈ അവസരം പാഴാക്കാതെ നേഴ്സ് റൂമിൽ പോയി കിടക്കുവാണ്. അടുത്ത സീനിൽ ക്ലാസ്സിലിരിക്കുന്ന ജൂണിന് പിന്നെയും അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണ്. ഇത് കണ്ട ഗോയു ആണെങ്കിൽ ഈ അവസരം പാഴാക്കാതെ ടീച്ചറിനോട് ടീച്ചറെ അവന് പനിയാ എന്ന് വിളിച്ചു പറയുന്നു. ഇത് കേട്ട ടീച്ചറാണെങ്കിൽ അവനെ നേഴ്സ് റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗോയുവിനെ ഏൽപ്പിക്കുന്നു. നേഴ്സ് റൂമിൽ സ്വസ്ഥമായിട്ട് കിടക്കുന്ന മിന്ന് പെട്ടെന്ന് ഇവർ വരുന്ന സൗണ്ട് കേട്ട് ഇവർ ശ്രദ്ധിക്കുവാണ്. ജൂൺ ആണെങ്കിൽ അവിടെ കട്ടിലിൽ പോയി കിടന്ന് ഗോയുവിനോട് ഇനി നീ ക്ലാസ്സിൽ പോയിക്കോ എന്ന് പറയും. നീ ഇതെന്താടാ പറയുന്നത്, നിനക്ക് കണ്ണിച്ചോറിയില്ലടാ, നമുക്ക് ഒരുമിച്ച് കിടക്കാടാ എന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് പോയി കിടക്കും. എനിക്ക് ഇപ്പോഴും എന്നോട് പേജിന്റെ പേരിൽ ഒരു വിഷമം ഉണ്ടല്ലേ, എടാ എനിക്ക് വേണമെങ്കിൽ ഞാനത് തരാടാ എന്ന് ഗോയു പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട, നീ തന്നെ അങ്ങ് വെച്ചോ എന്ന് ജൂൺ പറയുവാണ്. ഇവരുടെ സംസാരമൊക്കെ കേട്ട് മിന്നാണെങ്കിൽ അപ്പുറത്തിരുന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെയും ജൂണിനെ ഓരോന്ന് പറഞ്ഞ് ഗോയു ശല്യപ്പെടുത്തുമ്പോൾ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ബെറ്റ് വെച്ചാലോ, നമുക്ക് കോയിൻ ഇട്ട് നോക്കാം. ഞാൻ ജയിക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം നീ വാ പൂട്ടി, അഥവാ നീയാണ് ജയിക്കുന്നെങ്കിൽ ആ പേജിന്റെ കാര്യം ഇനി മേലാൻ വേണ്ടി പോരുത് എന്ന് ജൂൺ പറയുന്നത് കേൾക്കുമ്പോൾ ഓക്കെ ഹെഡ് ആണോ ടെയിൽ ആണോ എന്ന് ഗോയു ചോദിക്കുമ്പോൾ ഹെഡ് എന്ന് പറയുവാണ്. ശേഷം ഇവർ കോയിൻ ഇടുവാണ്. പക്ഷേ ഈ കോയിൻ ആണെങ്കിൽ നേരെ പോയി വീഴുന്നത് മിന്നിന്റെ കാലിന്റെ അടി. ഗോയു കോയിൻ എടുക്കാൻ പോകുന്നതും ആരോ വന്ന് ആ കോയിൻ എടുക്കുന്നു. ഇവർക്കറിയില്ലല്ലോ മിന്ന അവിടെയുള്ള കാര്യം. ശേഷം മിന്ന് കർട്ടൻ മാറ്റുമ്പോൾ ഇവളെ കണ്ട് ഞെട്ടിയിരിക്കുവാണ് രണ്ടാൾ. ഇവളെ കണ്ട് രണ്ടാളും വീണെന്ന് തന്നെ പറയാം. കാരണം പുസ്തകത്തിൽ നിന്ന് പോലും കണ്ടെടുക്കാത്ത ജൂൺ വരെ ഇപ്പൊ വാ തുറന്ന് ഇവളെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ജൂൺ അവളോട് അത് ഹെഡ് ആണോ ടെയിൽസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ആ കോയിൻ നോക്കി അവള് ഹെഡ്, ഇന്ന് മൊത്തം ഗോയു നീ മിണ്ടാതിരിക്കണം എന്ന് ഗോയുവിനോട് പറയുവാണ്. അടുത്ത സീനിലെ മിന്നിനെ ക്ലാസ് ടീച്ചർ എല്ലാവർക്കും മുന്നിൽ പരിചയപ്പെടുത്തുവാണ്. ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇവളെ കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ്. അപ്പൊ എന്തോ കമന്റ് അടിക്കുന്ന ഗോയുവിനെ നോക്കി മിന്നി കണ്ണുരുട്ടുമ്പോ ഇന്നത്തെ ബെറ്റ് മറന്നുപോയ ഗോയു വാ പൂട്ടുന്ന ആക്ഷൻ കാണിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് വീണ്ടും 2023 കാണിക്കുന്നത്. എപ്പോഴും നമ്മൾ കാണുന്ന ഡോക്ടർ ഇപ്പോ ഒരു ന്യൂസ് കണ്ടോണ്ടിരിക്കും. ന്യൂസിൽ ആക്ട്രസ് മിന്നി ഇപ്പൊ ഒരു പുതിയ ഡ്രാമയിലൂടെ കംബാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോ പ്രസന്റില് മിന്നി വലിയൊരു നടിയാണ്. ഈ ന്യൂസ് ഒക്കെ കണ്ട് ഡോക്ടർ ക്ലിനിക്ക് വിട്ട് പുറത്തേക്ക് വരുമ്പോ ഹൂഡിയൊക്കെ ഇട്ട ഒരാള് ക്ലിനിക്കിലോട്ട് കയറി വരുന്നത് കണ്ട് അയ്യോ ക്ലിനിക്ക് പൂട്ടിയല്ലോ എന്ന് ഡോക്ടർ പറയുമ്പോൾ അയാള് ഹൂഡി തലേന്നെടുത്ത് മാറ്റുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് പ്രസന്റിലെ മിന്നാണ്. മിന്ന ഡോക്ടറോട് നമ്മൾ കുറെ ആയല്ലേ കണ്ടിട്ട് എന്ന് ചോദിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് വീണ്ടും 2006 കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഗോയും ജൂണും കൂടെ ഗോയുവിന്റെ ജേഴ്സിക്ക് വേണ്ടിയിട്ട് മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗെയിമിൽ ജൂൺ വിജയിക്കുന്നതുകൊണ്ട് തന്നെ ഗോയുവിന് ജേഴ്സി ജൂണിന് കൊടുക്കേണ്ടി വരുന്നു. നെക്സ്റ്റ് സീനിൽ ഗോയുവിന്റെ ജേഴ്സിയൊക്കെ ഇട്ട ജൂണും ഗോയും കൂടെ ഒരു പാലത്തിലൂടെ കഥയൊക്കെ പറഞ്ഞ് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗോയു ഞാൻ നമ്മുടെ മിന്നിനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ഞാൻ അവളെ പോലെ ഇത്രയും ഭംഗിയുള്ള ഒരാളെ മുന്നേ കണ്ടിട്ടേ ഇല്ല. ശരിക്കും അവളെ എന്റെ സങ്കല്പത്തിനകത്തൊരു പെണ്ണൊക്കെ തന്നെയാ എന്ന് പറയുമ്പോൾ ബാക്കിൽ നമ്മുടെ മിന്നു നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിന്നു ഫോണിലൂടെ അമ്മേ ചേട്ടൻ വന്നോ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മിന്നു ജൂണിന്റെ ജേഴ്സി ശ്രദ്ധിക്കുന്നത്. നേരത്തെ ഒരു സീനിൽ മിന്നു ചേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ജേഴ്സി പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ജൂണിനെ കണ്ടതും മിന്നു അത് തന്റെ ചേട്ടനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അവൾ അവിടെ നിന്നും ചേട്ടാ എന്ന് വിളിച്ച് ജൂണിനെ പോയി കെട്ടിപ്പിടിക്കുന്നു. ഗോയു ആണെങ്കിൽ ഇവിടെ ഇപ്പൊ എന്താ നടന്നേ എന്നും പറഞ്ഞിരിപ്പാണ്. ജൂൺ ആണെങ്കിൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന സിറ്റുവേഷനിലും
കുറെ കഴിഞ്ഞ റെസ്പോൺസ് ഒന്നും ഇല്ലാന്ന് തിരിച്ചറിഞ്ഞ മിൻ തലയുയർത്തി നോക്കുമ്പോഴാണ് ദേ നമ്മുടെ ജൂൺ. സോറി, ഞാൻ മറ്റൊരാളാണെന്ന് തെറ്റിദ്ധരിച്ചു എന്ന് ജൂണിനോട് പറയുമ്പോ, ഓ നീ ഇവിടെ അടുത്താണ് താമസിക്കുന്നേ, അത് കൊള്ളാലോ എന്ന് ഇടയ്ക്കേറി പറയുവാണ് ഗോയു. അപ്പൊ മിന്നാണെങ്കിൽ അല്ലെങ്കിലും വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവിടെ വെച്ച് സീൻ കട്ടായി 2023 പ്രസന്റില് മിൻ ഇപ്പോൾ ആ ഡോക്ടറെ കാണാൻ വന്നിരിക്കുവാണ്. മിന്നാണെങ്കിൽ ഇവൻ വലിയൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഇവന് കിട്ടിയ അവാർഡ്സ് ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ആ ഡോക്ടർ അവൾക്ക് കൊണ്ടുപോയി ചായ കൊടുക്കുമ്പോ ഇവിടെ ബിയർ ഒന്നും ഇരിപ്പില്ലേ എന്ന് മിൻ ചോദിക്കുന്നതായിട്ട് ഞാൻ കുടിക്കാതില്ല എന്ന് പറയുകയാണ് ഡോക്ടർ. അപ്പൊ മിൻ ഞാനോർത്ത് നീ എന്നെ കാണുമ്പോൾ വളരെയധികം സന്തോഷിക്കുമെന്ന് എന്ന് പറയുമ്പോ നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ. അപ്പൊ മിൻ ഞാൻ എന്തിനു വന്നെന്നോ, ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ വന്നു. നിനക്കറിയോ നമ്മൾ പരസ്പരം കണ്ടിട്ട് ഇന്നേക്ക് 16 വർഷം. അല്ല നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ആരെങ്കിലും ആയോ? അല്ല നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുന്നത് നിന്റെ ഗേൾ ഫ്രണ്ട് എങ്ങാനും പെട്ടെന്ന് കണ്ടാ അവളെ തെറ്റിദ്ധരിക്കണ്ടെന്ന് വിചാരിച്ചാ. അല്ല ഇനി നീ കല്യാണം എങ്ങാനും കഴിച്ചോ എന്ന് ചോദിക്കുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് പറയുവാണ് ഡോക്ടർ. ചിലപ്പോൾ ഈ ഡോക്ടർ ജൂൺ ആയിരിക്കണം. പിന്നീട് വീണ്ടും 2006 തന്നെയാണ് കഥ പോകുന്നത്. ജൂണിന്റെയും ഗോയുവിന്റെയും ഒക്കെ ക്ലാസ് ആണ് കാണിക്കുന്നത്. അവിടെ ഒരു ഭാഗത്ത് ആരോട് സംസാരിക്കാതെ എഴുതിക്കൊണ്ടിരിക്കുന്ന മിന്നിന്റെ അടുത്ത് പോയി ഒരു പെൺകുട്ടി സംസാരിക്കാൻ ശ്രമിക്കുന്നു. നീ യോങ്ഹ ഹൈസ്കൂളിലല്ലേ ഇതുവരെ പഠിച്ചിരുന്നേ എന്നാ പെൺകുട്ടി മിന്നിനോട് ചോദിക്കുമ്പോ മിൻ അല്ല എന്ന് പറയുന്നു. അപ്പൊ ആ പെൺകുട്ടി ഞാനൊരു ട്രാൻസ്ഫർ സ്റ്റുഡന്റാ, നീ ഒരു വീക്ക് പോലും ആവുന്നതിന് മുന്നേ ട്രാൻസ്ഫർ ആവുന്നത് ഞാൻ കണ്ടതാ, സത്യം പറ മിന്നെ അത് നീയല്ലേ എന്ന് വീണ്ടും ആ പെൺകുട്ടി ചോദിക്കുന്നത് കേട്ട് മീൻ നിനക്കിത് ഇത്ര വലിയ ഉറപ്പായിരുന്നെങ്കിൽ എന്തിനാ എന്നോട് വന്ന് ചോദിച്ചേ എന്ന് റൂഡായി ചോദിക്കുമ്പോ അല്ല നിന്നിവിടെ വെച്ച് കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് പറയാൻ വരുമായിരുന്നു. എന്നാ പെൺകുട്ടി പറയുന്നത് കേട്ട് ഇത് നോക്ക് ഞാൻ യോങ്ഹ ഹൈസ്കൂളിൽ ഇതുവരെ പഠിച്ചിട്ടില്ല, മനസ്സിലായോ എന്ന് ദേഷ്യത്തെ ചോദിക്കുവാണ് മീൻ. ഇവളിതെന്തൊരു സാധനമാടേ എന്നും പറഞ്ഞ് ദൂരെ മാറി ഇരുന്ന് ഇത് കാണുവാണ് ഗോയുവും ജൂൺ. അടുത്ത സീനില് ഗോയുവിനെയും ജൂണിനെയും ജിന്നിനെയാണ് കാണിക്കുന്നത്. ഗോയു ആണെങ്കിൽ ജൂണിനോട് നിനക്ക് എങ്ങനെയാടാ ഈ സന്തോഷം വന്നാലും വിഷമം വന്നാലും ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നേ എന്ന് ചോദിക്കുന്നത് കേട്ട് എന്താ നിനക്കിപ്പോ കള്ളു കുടിക്കണോ എന്ന് ജൂൺ ചോദിക്കുമ്പോൾ വേണോന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുന്ന ഗോയുവിനോട് അതൊന്നും പറ്റത്തില്ല എന്ന് പറയുകയാണ് ജൂൺ. അപ്പൊ ഗോയു ആണെങ്കിൽ വളരെ ശാസ്ത്രീയമായി നിനക്കറിയാവോ പിരമിഡ്സ് തൊട്ട് വലിയ വലിയ ശില്പങ്ങൾ വരെ ഓരോരുത്തർ ഉണ്ടാക്കിയത് കള്ളുടിച്ചോണ്ടാ, അപ്പൊ ഇപ്പൊ എനിക്ക് പഠിക്കണമെങ്കിൽ ഒന്ന് അടിച്ചേ പറ്റൂ എന്ന് പറയുമ്പോ അതിന് ഇപ്പൊ എല്ലാ കടയും അടച്ചിട്ടുണ്ടായിരിക്കും എന്ന് ജൂൺ പറയുന്നത് കേട്ട് അതിന് എന്റെ അടുത്തൊരു അടിപൊളി സ്ഥലമുണ്ട്, കമൺ ഗൈസ് ഫോളോ മീ എന്നും പറഞ്ഞ് ജിന്നി ഇവരെയും വിളിച്ചോണ്ട് പോവാണ്. അങ്ങനെ മൂന്നാളും കൂടെ ഒരു സ്റ്റോറിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ സ്റ്റോറിലേക്ക് 2 പോലീസുകാർ വരുന്നു. സ്റ്റുഡൻസ് മദ്യപിക്കുന്നത് ശിക്ഷാർഹമായതുകൊണ്ട് തന്നെ ഉള്ളതൊക്കെ അവിടെ ഇട്ട് പിൻഭാഗത്തൂടെ ജീവനും കൈ പിടിച്ച് അവർ ഓടുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനില് മിന്നിനെയാണ് കാണിക്കുന്നത്. മിന്ന് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന കടയുടെ സ്റ്റോർ റൂമിൽ ഒരു ബാഗിൽ ഒരു വാച്ച് ഇരിക്കുന്നത് കണ്ട് അത് എടുക്കണോ വേണ്ടയോ എന്ന രീതിയിൽ അവള് പതുങ്ങി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശേഷം അത് കഴിഞ്ഞ് കടയിൽ ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ മിന്നിനെ പോലെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടി നിങ്ങൾ ആരെങ്കിലും എന്റെ വാച്ച് കണ്ടോ, ഞാൻ ഇവിടെ വച്ചതാ എന്ന് പറഞ്ഞ് അവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നു. അടുത്ത സീനില് ജോണിന്റെയും ഗോയുവിന്റെയും ഒക്കെ മുത്തശ്ശിയാണ് കാണിക്കുന്നത്. ഒരു ബിൽഡിങ്ങിന്റെ മുന്നിൽ അവിടുത്തെ ഡയറക്ടറുടെ ഇനോഗ്രേഷൻ ഉണ്ടെന്ന് കേട്ട് പൂവുണ്ട് ബൊക്കെയൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ വന്നിരിക്കുകയാണ് മുത്തശ്ശി. അപ്പോഴാണ് അവിടേക്ക് അതിന്റെ സെക്യൂരിറ്റി വന്ന് അയ്യോ ഇന്നത്തെ ഇനോഗ്രേഷൻ ക്യാൻസൽ ആയല്ലോ ഇനി എന്ത് ചെയ്യും എന്ന് മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ അയ്യോ ആണോ അത് കുഴപ്പമില്ല, ഇത് ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റോളാം എന്നും പറഞ്ഞ് പൂവും കൊണ്ട് പോവുകയാണ് മുത്തശ്ശി. മറ്റൊരു ഭാഗത്താണ് ഈ ഗോയും ജൂണും ജിന്നും മദ്യപിക്കാൻ വേണ്ടി പല ഭാഗത്തും പോയിട്ട് പരാജയപ്പെടുന്നു. അപ്പൊ ജിന്നാണെങ്കിൽ ഇവരെയും കൂട്ടി ഒരു സ്റ്റോറിലേക്ക് പോകും. എന്നിട്ട് ഇവിടെ പാർട്ട് ടൈമായി വർക്ക് ചെയ്യുന്ന പെണ്ണിന് നമ്മുടെ പ്രായമേ ഉള്ളൂ, അവൾ ഐഡി ചോദിക്കാതെ എല്ലാവർക്കും മദ്യം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടെ എന്ന് പറഞ്ഞ സ്റ്റോറിന്റെ മുന്നിൽ പ്രതീക്ഷയോടെ നിൽക്കുന്ന 3 പേരുടെ മുന്നിലേക്ക് ആ സ്റ്റോറിന്റെ ഡോറും തുറന്നു ഒരു ബിയറും വാങ്ങി കഴിച്ച് സ്ലോ മോഷൻ നടന്നു പോവുകയാണ് മിൻ. ഇത് കണ്ട് വാ പൊളിച്ചിരിക്കുവാണ് മൂന്നാളും. ഇവരുടെ കയ്യിലൂടെ ബിയർ കണ്ടപ്പോ പ്രതീക്ഷയിൽ സ്റ്റോറിലേക്ക് കയറി ബിയർ വാങ്ങി പേ ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന പെൺകുട്ടി നിങ്ങൾ സ്റ്റുഡൻസ് അല്ലേ ദേ അച്ഛാ എന്ന് പറഞ്ഞ പെണ്ണ് അവളുടെ അച്ഛനെ വിളിക്കുന്നതും മൂന്നാളുടെ ജീവനും കൈപ്പിടിച്ച് അവിടെ ഓടുന്നു. അങ്ങനെ രാത്രി അലഞ്ഞ് ഇവർക്ക് എവിടെ നിന്നോ ഒരു കുപ്പി കിട്ടി, അതും കഴിച്ചുകൊണ്ടിരിക്കുവാണ് മൂന്നാൾ. ജിന്നാണെങ്കിൽ അല്ല നമുക്ക് കിട്ടാത്ത സാധനം അവർക്ക് മാത്രം എങ്ങനെ കിട്ടി, എനിക്ക് തോന്നുന്നു അവൾ അവിടെയും പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. ഇത്രയും പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ട് ഇവർക്ക് ഇവിടെ പഠിക്കാൻ സമയം, ചിലപ്പോൾ അവള് ശരിക്കും ഇന്റലിജന്റ് ആയിരിക്കും എന്ന് ജിന്ന് പറയുന്നതായിട്ട് ഗോയു. പക്ഷെ അവൾ ഭയങ്കര റൂഡാ, അവർക്ക് മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞൂടാ. അതൊക്കെ പേട്ടെ നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് ചോദിക്കുന്നത് കേട്ട് ജൂണ് എന്നാ ഇനി 20 മിനിറ്റ് നമ്മൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോ ഗോയു അത് ഗെയിം ആണോ, അതൊരു പണിഷ്മെന്റാ എന്ന് പറയുമ്പോ ജൂണ് എന്താ നീ തീരെ കോൺഫിഡന്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവരുടെ മുന്നിൽ തന്റെ വില പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മീ നോ പ്രോബ്ലം എന്ന് പറയുകയാണ് ഗോയു. ഗെയിം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ സംസാരിക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആക്ഷൻ ഒക്കെ കാണിച്ചിരിക്കുവാണ് അവര്. അപ്പൊ പുസ്തകം വായിച്ചിരിക്കുന്ന ജൂണിനോട് ഗോയു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു ചിക്കൻ പീസ് സോസിലെടുത്ത് മുക്കി കഴിക്കുമ്പോ എന്ന് പറഞ്ഞവര് തടയുകയാണ് ജൂൺ. എന്നാ ഇംഗ്ലീഷ് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗോയുവിനോട് കൊറിയനില് എടാ പൊട്ടത് പീനട്ട് സോസ് ആടാ എന്ന് പറയുകയാണ് ജൂൺ. ഗോയുവിനാണെങ്കിൽ പീനട്ട് അലർജിയാണ്. ഇത് കേട്ടത് മൂന്ന് വഴിക്ക് ഓടുവാണ് ഗോയുവിന്റെ മെഡിസിൻ. ഈ സമയം ഒരു റെസ്റ്റോറന്റിൽ വന്ന് പൂക്കൾ വിൽക്കാൻ ശ്രമിക്കുകയാണ് മുത്തശ്ശി. എന്നാൽ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് പൂക്കൾ ആരും വാങ്ങുന്നില്ല. നെക്സ്റ്റ് സീനില് ഗോയുവിനെയും ജൂണിനെയാണ് കാണിക്കുന്നത്. ഗോയു ഒരു ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുവായിരിക്കും. ആ ഫോട്ടോയിൽ ഉണ്ടാവുക ഗോയു ജൂണിന്റെ ചേട്ടനുമായിരിക്കും. അപ്പൊ അതിൽ നോക്കിയിട്ട് ഗോയു ജൂണിനോട് നമ്മൾ ഒരുപാട് വളർന്നല്ലേ, എന്ത് ക്യൂട്ടാ എന്ന് പറയുമ്പോ ജൂൺ ആരാ ഞാനാണോ എന്ന്
ചോദിക്കുമ്പോൾ അല്ലടാ ഞാൻ എന്ന് പറയുവാണ് ഗോയു. തുടർന്ന് അവിടെ വെച്ച് 1996 അവരുടെ ചെറുപ്പകാലത്തെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഒരു പാർക്കിലിരിക്കുന്ന ജൂണിന്റെ അടുത്തേക്ക് ഗോയു ചെന്ന് നീയാണോ ജൂൺഹി എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനല്ല എന്ന് ജൂൺഹി പറയുന്ന കേട്ട് ഗോയുവിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അപ്പൊ ഇത് നീയല്ലേ എന്ന് ചോദിക്കുന്നു. ശേഷം ജൂണിനെയും കൂട്ടി ഗോയു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ജൂണിന്റെ ചേട്ടനെ കാണുന്നു. ജൂണിന്റെ ചേട്ടൻ അവനെ വന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ ഇതിന് ഒരുപാട് മിസ് ചെയ്തടാ എന്ന് പറയുന്നു. ജൂണിന്റെ ചേട്ടൻ പറഞ്ഞതനുസരിച്ചാണ് ഗോയു ജൂണിനെ പോയി കണ്ടത്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് സീൻ അവിടെ കട്ടാവുകയാണ്. അടുത്ത സീനില് കുറെ കഴിഞ്ഞിട്ട് മുത്തശ്ശിയെ കാണാതാവുമ്പോൾ ജൂൺ മുത്തശ്ശിയെ തപ്പിപ്പോകുന്നു. അപ്പൊ അവിടെ വെച്ചൊരു കഫേയില് മുത്തശ്ശി പൂക്കൾ വിൽക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ ആരും വാങ്ങാത്തതും ജൂൺ കാണുവാണ്. ശേഷം അവൻ മുത്തശ്ശിയും കൂട്ടി വീട്ടിലോട്ട് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ജൂണും ഗോയുവും കൂടെ ആ പൂക്കളൊക്കെ ഓഫീസ് റൂമിൽ കൊണ്ടുപോയി വെക്കുന്നു. അപ്പൊ ജൂൺ ഒരു കണ്ണട വെച്ചിട്ടുള്ളതായിട്ട് കാണാം. ആ സമയം അവിടെ ഓഫീസ് റൂമിലെ മിന്നും വരുന്നുണ്ട്. കണ്ണട വെച്ച് ജൂണിനെ നോക്കിയിട്ട് സാറ് ഈ കണ്ണട നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതേ സമയം നമ്മുടെ പ്രസന്റിലെ 2023 കണ്ണട വെച്ച ഡോക്ടറെയും കാണിക്കുന്നുണ്ട്. അപ്പോ ഈ ഡോക്ടർ ജൂൺ ആവാൻ തന്നെയാണ് കൂടുതൽ ചാൻസ്. പക്ഷെ തൽക്കാലം പ്രസന്റിലെ ജൂണിനെ നമുക്ക് ഡോക്ടർ എന്ന് തന്നെ വിളിക്കാം. അപ്പൊ അവിടേക്ക് പ്രസന്റിലെ വിന്ന് നല്ല അടിപൊളിയായി ഒരുങ്ങിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ നിന്റെ മുഖത്ത് തീരെ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. അപ്പൊ തോന്നി നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഒന്ന് വരാം. ഇത്രയും കാലം നീ എങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചു? നിനക്ക് ഒട്ടും ബോർ അടിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഇതാ ഇഷ്ടം എന്ന് പറയുകയാണ് ഡോക്ടർ. പിന്നീട് അതവിടെ കട്ടായി 2006 കാണിക്കുന്നത്. ഗോയു തന്റെ PD ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലോട്ട് വരുമ്പോൾ അവിടെ മിന്നു തനിച്ചിരിക്കുന്നത് കണ്ട് ഇത് PT പീരീഡ് ആണ് അവൻ അവളെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ എന്റെ ജിം ഡ്രസ് എടുക്കാൻ ഞാൻ മറന്നു, നീ എനിക്ക് വേണ്ടി ടീച്ചറോടൊന്ന് പറയാവോ എന്ന് മിൻ ചോദിക്കുമ്പോൾ നീ വേണമെങ്കിൽ എന്റെ തിട്ടോ എനിക്ക് ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുകയാണ് ഗോയു. മറ്റൊരു ഭാഗത്ത് ക്ലാസ്സിൽ എല്ലാവരും ആണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്ലാസ്സിലേക്ക് ഗോയുവിന്റെ യൂണിഫോം ഇട്ട് വരുന്ന മിന്നിനെയും കണ്ട് കുട്ടികള് ഇവർ ഡേറ്റിംഗ് ആണെന്ന് വിചാരിച്ച് ഓ ഗോയു നീ വടി പറ്റിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് അടിക്കുന്നുണ്ട്. ശേഷം ക്ലാസ്സിൽ ബാസ്കറ്റ്ബോൾ ടീം ലീഡറൊക്കെ ആയിട്ടുള്ള ഗോയുവിനോട് സാർ അതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. ഗോയു ബാസ്കറ്റ്ബോൾ കളിക്കുന്നത് കണ്ട് കണ്ണ് ചിമ്മാതെ നോക്കിയിരിക്കുകയാണ് മിന്ന്. ഇതൊക്കെ ദൂരെ മാറി നിന്ന് ഒരു അസ്വസ്ഥതയോടെ ജൂണ് ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം ഗോയു ജൂൺ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഇത് പഠിപ്പിച്ചു കൊടുക്കും. ഇത് കളിക്കാൻ അറിയാത്ത മിന്നിന്റെ അടുത്ത് വന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഗോയു അവളെയും പഠിപ്പിക്കുന്നുണ്ട്. അധികം ചിരിച്ചൊന്നും കാണാത്ത ഒരാളാണെങ്കിലും മിന്നിപ്പോ വളരെയധികം ചിരിക്കുന്നുണ്ട്. ജൂൺ ആണെങ്കിൽ ഇവളുടെ ഈ മാറ്റമൊക്കെ നോക്കിയിരിക്കുവാണ്. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനില് രാത്രി ജൂൺ ഒരു ലൈബ്രറിയിലോട്ട് വരുന്നു. ലൈബ്രറിയിൽ വെച്ച് പുസ്തകം എടുത്ത് വായിക്കാൻ നോക്കുമ്പോൾ ജൂണിന് വീണ്ടും ആ ഒരു അസ്വസ്ഥത വരികയാണ്. പക്ഷെ ഇതേ സമയത്തായിരിക്കും പണ്ട് ജൂണുമായിട്ട് ഏറ്റുമുട്ടിട്ടുള്ള ആ സീനിയേഴ്സ് ഇവനെ ലൈബ്രറിയിൽ വെച്ച് കാണുന്നത്. ഗോയുവും കൂടെ ഇല്ലാതെ ഇവനെ കിട്ടുന്ന ഈ ഒരു അവസരം അവർ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു. അവനെ എല്ലാവരും കൂടെ മൊത്തത്തിൽ തല്ലിച്ചതയ്ക്കുവാണ്. ജൂണ് ഈ തല്ലി കിട്ടി പെടയുന്ന അതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് വീട്ടിൽ കിടന്നുറങ്ങുന്ന ഗോയുവും എന്തൊക്കെയോ അസ്വസ്ഥതകൾ വന്ന് പിടയുന്നുണ്ട്. ആ സമയത്ത് അവരുടെ കുട്ടിക്കാലത്തെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ആ ഫ്ലാഷ് ബാക്കിൽ ഗോയുവും ജൂണിന്റെ ചേട്ടനും കൂടെ ഒളിച്ചുകളി കളിക്കുകയായിരിക്കും. ഒളിച്ചിരിക്കുന്ന ജൂണിന്റെ ചേട്ടനെ അവിടെ എല്ലാം തപ്പി നടക്കുവാണ് ഗോയു. എന്നാൽ ഗോയുവിന് അവനെ അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. പെട്ടെന്നൊരു റൂമിൽ നിന്നും ശബ്ദം കേട്ട് ഗോയു അങ്ങോട്ട് പോയി ആ ബെഡിന്റെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ ആ ബെഡിലിരുന്ന് കരയുന്ന ജൂണിന്റെ ചേട്ടനെയാണ് ഗോയു കാണുന്നത്. ചേട്ടാ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ച് ഗോയു അടുത്തേക്ക് ചെല്ലുന്നതും ഇതെല്ലാം ഗോയുവിന്റെ ഒരു സ്വപ്നമായിരുന്നു. ഇതേ സമയം ഇത്ര വൈകിട്ടും ജൂൺ വരാത്തതിന്റെ വേവലാതിയിലാണ് ഗ്രാൻഡ്മ. അപ്പോഴാണ് ഗ്രാൻഡ്മ ടേബിളിലിരിക്കുന്ന പെയിൻ കില്ലേഴ്സ് എല്ലാം ആരും എടുത്ത് കഴിച്ചതായിട്ട് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്ത് മറ്റൊരു സീനിൽ കാണിക്കുന്നത് അടികൊണ്ട് അവശനായ ജൂണിനെ ആരെല്ലാം കൂടി ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാണ്. ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ പേഷ്യന്റ് ജൂൺ ആണെന്ന് അറിഞ്ഞ ഗോയുവിന്റെ അമ്മയും പേടിച്ച് അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് വീണ്ടും 2023 കാണിക്കുന്നത്. ഇവിടെ ഹോസ്പിറ്റൽ വർക്ക് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങുന്ന ഡോക്ടറുടെ അടുത്തേക്ക് ഒരാൾ അങ്ങോട്ട് ഓടി വന്ന് സാർ നമ്മൾ ഏർപ്പാടാക്കിയ ഡിറ്റക്ടീവ്സ് ഇന്നിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പ്രസന്റിലെ ജൂൺ അതായത് ഡോക്ടർ അവരെ കണ്ടുപിടിച്ചോ എന്ന് അയാളോട് ചോദിക്കുമ്പോൾ ഇല്ല, ID നമ്പർ വെച്ച് നോക്കിയിട്ടൊന്നും അവനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ എത്ര ശ്രമിച്ചു എന്നിട്ടും അവനെ കുറിച്ച് ഒരു വിവരം പോലും കിട്ടുന്നില്ല. അവൻ എത്ര സമർത്ഥമായിട്ടാണ് ഒളിച്ചിരിക്കുന്നത്. ആ ഡിറ്റക്ടീവ്സ് പറയുന്നത് അവൻ മരിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും അവനെ കണ്ടെത്തുന്ന അവനിനി മരണപ്പെട്ട് കാണുമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഒന്ന് ടെൻഷനായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. അവിടെ സീൻ കട്ട് ചെയ്ത് 2006 തന്നെയാണ് കാണിക്കുന്നത്. ജൂൺ ഹോസ്പിറ്റലായ കാര്യം അറിഞ്ഞ് ഇപ്പൊ ജൂണിനെ കാണാൻ വന്നിരിക്കുകയാണ് ഗോയു ആണെങ്കിൽ CT സ്കാൻ എടുക്കാൻ പാകത്തിന് നിനക്ക് മുറിവൊക്കെ ഉണ്ടായോ എന്നൊക്കെ പറഞ്ഞ് ജൂണിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഗോയുവിന്റെ അച്ഛനും അമ്മയും ജൂണിന്റെ എക്സ്റേ പരിശോധിച്ച് അവന്റെ ഒരു കിഡ്നി തകരാറിലായ കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഗോയുവിന്റെ അച്ഛനാണെങ്കിൽ അവന്റെ ചേട്ടൻ ഇതേ അവസ്ഥയിൽ മരണപ്പെടുന്ന കണ്ടിട്ടും ഇത്രയും നാളെ വേദനയും വെച്ച് എങ്ങനെ ഇവന് നിൽക്കാൻ തോന്നി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാതെ എന്ന് പറയുവാണ് ഗോയുടെ അമ്മ. മറ്റൊരു ഭാഗത്ത് ഗോയു ആണെങ്കിൽ ജൂണിനോട് എടാ നിന്നെ എത്ര പേരുണ്ടായിരുന്നു, ഒരാളോ രണ്ടാളോ എന്നൊക്കെ ചോദിച്ച് ശല്യപ്പെടുത്തുമ്പോൾ ഒന്ന് പോയേടാന്ന് പറഞ്ഞ് ആ അവസ്ഥയിലും ഗോയുവിനെ തല്ലാൻ പോവാണ് ജൂ. അപ്പൊ ഗോയു ആണെങ്കിൽ ഈ തല്ല് നീ അവർക്ക് കൊടുത്തായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരുമായിരുന്നു എന്ന് പിന്നെ ചോദിക്കുമ്പോൾ എന്റെ പൊന്ന് സിസ്റ്ററെ ഇവനൊന്ന് വിളിച്ചോണ്ട് പോവോ, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാനാ എന്ന് ജൂൺ പറയുന്നത് കേട്ട് ആ ഓക്കെ ഇനി ഞാൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയുവാണ് ഗോയു. മറ്റൊരു ഭാഗത്ത് ജൂണിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ജൂണിന്റെ ഗ്രാൻഡ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗോയുവിന്റെ അമ്മ. ജൂണിന്റെ കിഡ്നികൾ പതിയെ തകരാറായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ 70% അവന്റെ കിഡ്നികൾ പ്രവർത്തനരഹിതമാണ്. മേ ബി അവന് സിംറ്റംസ് ഒന്നും ഇതുവരെ ഉണ്ടായി കാണില്ല എന്ന് ഗോയുവിന്റെ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ഗ്രാൻഡ്മ
അല്ല, അവന് പെയിൻ ഉണ്ടായിരുന്നു, അവൻ പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ അറിയാതെ പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നത് കാണുമ്പോൾ പേടിക്കണ്ട, ഇത് ജൂണിന്റെ ചേട്ടന്റെ കാര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് സീരിയസ് അല്ല എന്ന് പറഞ്ഞ് ഗ്രാൻഡ്മയെ സമാധാനിപ്പിക്കുകയാണ് ഗോയുവിന്റെ അമ്മ. അടുത്ത സീനില് ഗോയുവിന്റെ അമ്മയും മുത്തശ്ശിയും കൂടെ ജൂണിനെ പേഷ്യൻസ് റൂമിലോട്ട് മാറ്റാൻ പോവുകയാണ്. പക്ഷെ ഗോയു ആണെങ്കിൽ പേഷ്യൻസ് റൂമിലോട്ട് മാറ്റാൻ മാത്രം ഇവൻ എന്താ അസുഖം എന്നൊക്കെ ചോദിച്ച് കാര്യം അറിയാതെ ദേഷ്യപ്പെടുവാണ്. ദയനീയ അവസ്ഥയിൽ കരഞ്ഞു നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ടതോടെ ജൂണിന് കാര്യങ്ങളെല്ലാം മുത്തശ്ശി അറിഞ്ഞതായിട്ട് മനസ്സിലാകുന്നു. അടുത്ത സീനിൽ പേഷ്യന്റ് റൂമിലോട്ട് മാറ്റാൻ വേണ്ടി ജൂണിനെ വീൽ ചെയർ കൊണ്ടുപോവാണ് ഗോയു. ജൂണിനെ ഒരു പേഷ്യന്റായി കാണാൻ ആഗ്രഹിക്കാത്ത ഗോയു ആണെങ്കിൽ നീ ഇപ്പോഴും ഒരു പേഷ്യന്റായി മാറിയോ, കളിക്കാതെ എഴുന്നേറ്റ് നടക്ക് എന്നും പറഞ്ഞ് വിഷമത്തോടെ അവൻ അവിടെ ആക്കി പോവുകയാണ്. അടുത്ത സീനില് ക്ലാസ്സിൽ സാർ എല്ലാവരോടും ജൂണിക്ക് വയ്യാത്തതുകൊണ്ട് അവൻ കുറച്ച് ദിവസം ക്ലാസ്സിൽ വരില്ല, എല്ലാവരും അവന് മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആകെ കരഞ്ഞൊലിപ്പിച്ചിരിക്കുവാണ് ജിന്ന്. സാർ അവിടെ നിന്ന് പോയ തക്കത്തിന് മിന്നെ ജിന്നിന്റെ അടുത്ത് വന്ന് ഗോയുവിന്റെ യൂണിഫോം കാണിച്ചുകൊണ്ട് നീ ഇത് ഗോയുവിന് കൊടുക്കുവോ എന്ന് ചോദിക്കുമ്പോൾ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ, ഗോയുവിടെ കാണും എന്ന് ജിൻ പറയുമ്പോൾ ഇല്ല, നീ ഇത് അവന് കൊടുത്താൽ മതി എന്ന് പറയുവാണ് മീ. അടുത്ത സീനില് അമ്മയോട് വന്ന് ദേഷ്യപ്പെടുവാണ് ഗോയു. ജൂണിന്റെ ചേട്ടന്റെ കാര്യം നമ്മൾ കണ്ടതാ, എന്നിട്ട് ജൂണിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാതെ കൈയും കെട്ടിയിരിക്കുവാണോ എന്ന് ഗോയു അമ്മയോട് ചോദിക്കുമ്പോൾ ഇപ്പൊ ജൂണിന് കിഡ്നി നൽകാൻ പാകത്തിന് ആരുമില്ല, ബ്രെയിൻ ഡെഡ് സംഭവിച്ച ആരെങ്കിലും വരുന്നത് വരെ നമുക്ക് ഡയാലിസിസിലൂടെ മാത്രമേ ജൂണിനെ രക്ഷിക്കാൻ പറ്റൂ എന്ന് പറയുകയാണ് ഗോയുവിന്റെ അമ്മ. അടുത്ത സീനില് ഹോസ്പിറ്റലില് ജൂണിനെ കാണാൻ വന്ന ജിന്നാണെങ്കിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് ആകെ പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഗോയു ആണെങ്കിൽ പേടിച്ച് എടാ നിനക്ക് എന്താ അസുഖം, നിന്റെ മുഖം എന്തെങ്ങനെ ഇരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോ എടാ അത് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്, കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടതാടാ, പിന്നെ ഇത് നിനക്ക് തരാൻ വേണ്ടി മിന്നെ ഏൽപ്പിച്ചതാ എന്ന് പറഞ്ഞ യൂണിഫോം ഗോയുവിന് നേരെ നീട്ടുവാണ് ജീൻ. അപ്പൊ ഗോയു ആണെങ്കിൽ ഇത് എനിക്ക് അവളുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങണമായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോ ജീൻ അവളെ കണ്ടിട്ട് അവൾക്കും ഇത് നിന്റെ കയ്യിൽ നേരിട്ട് തരണമെന്ന് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു എന്ന് ജിൻ പറയുന്നത് കേൾക്കുമ്പോ ആണോ എടാ എന്റെ മിന്നിന് എങ്ങനെയുണ്ടടാ, അവള് നല്ലപോലെയാണ് ഇരിക്കുന്നേ എന്നൊക്കെ ഇടയ്ക്കേത് ചോദിക്കുവാണ് ഗോയു. അപ്പൊ ജിൻ പിന്നെ ജൂണേ നിന്റെ കാര്യം അവൾ ചോദിച്ചു, എനിക്ക് തോന്നുന്നു നിന്റെ കാര്യത്തിൽ അവൾക്ക് ഒരു ആശങ്കയുണ്ടെന്ന് എന്ന് ജിൻ പറയുന്നത് കേൾക്കുമ്പോ ആകാംക്ഷയോടെ നിൽക്കുന്ന ജൂണിനോട് എടാ നീ അത് വിശ്വസിക്കണ്ട, അതവൻ ചുമ്മാ പറയുന്നതാ, മിന്നിന്റെ സ്വഭാവം അനുസരിച്ച് അവളുടെ പാരന്റ്സിന് വരെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവള് തിരിഞ്ഞു നോക്കത്തില്ല എന്ന് ഗോയു പറയുന്നത് കേൾക്കുമ്പോ നീരസത്തോടെ ചിലപ്പോൾ സത്യമാണെങ്കിലോ എന്ന് പറയുവാണ് ജൂൺ. ഇതേ സമയം സ്കൂളില് നമ്മുടെ ജൂണിനെ അടിച്ച് അവശനാക്കിയ സീനിയേഴ്സ് ജൂണിന്റെ ക്ലാസ്സിൽ വന്ന് ജൂണിനെ തപ്പുന്നുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ സീനിയർ ആണെങ്കിൽ കൂടെ ഉള്ളവനോട് എടാ ഞാൻ അവനെ ചാവാൻ പാത്തിനൊന്നും തല്ലിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു ഉറപ്പാക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ മിന്നിനെ കണ്ടിവര് ഇതല്ല നമ്മുടെ പുതിയ സ്റ്റുഡന്റ്, ഇവളുടെ ക്ലാസ് ഇതായിരുന്നു എന്ന് ചോദിക്കുന്നു. അടുത്ത സീനില് ജിന്നും ഗോയും കൂടെ അവിടെ എഥനോൾ ഇരിക്കുന്നത് കണ്ട് അത് നോക്കിക്കൊണ്ട് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുവാണ്. കാരണം കൊറിയയിൽ ഒരു മദ്യമായിട്ടുള്ള സോജുവില് ഇത് അവർ ആഡ് ചെയ്യുന്നു. അപ്പൊ ജൂൺ ആണെങ്കിൽ അവരുടെ ബാക്കിലൂടെ വന്ന് എഥനോൾ സോജുവിൽ ആകെ 20% മാത്രമേ ചേർക്കുള്ളൂ, അത് ശരീരത്തിൽ 70% ആയാൽ നിങ്ങൾ തട്ടിപ്പോവാൻ വരെ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ സയന്റിഫിക് ആയ കാര്യങ്ങൾ ഇവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവരാണെങ്കിൽ നിർത്തൂ ഞങ്ങൾ കുടിക്കുന്നില്ല പോരെ എന്ന് പറയുന്നുണ്ടെങ്കിലും ജൂൺ ഇത് നിർത്താതെ ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ പിന്നാലെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ശേഷം സഹികെട്ട് അവിടെ നിന്ന് ഓടുവാണ് ഗോയുവിന്റെ പിന്നാലെ ഇവർ. അന്ന് രാത്രി വീട്ടിൽ പോകുന്ന ഗോയുവിനാണെങ്കിൽ ജൂണിന്റെ ആബ്സെൻസ് വല്ലാതെ ഫീൽ ചെയ്യും. അവിടെ അടുത്തിരിക്കുന്ന അക്വാറിയത്തിലെ മീനിനെ നോക്കുമ്പോൾ പണ്ട് ജൂൺ ഈ മീനിനെ കൊണ്ടുവന്ന് അതിന് ഡങ്ക് എന്ന് പേരിടുമ്പോൾ ഗോയു ആണെങ്കിൽ ഇതെന്റെ മീനാ, ഇതിന് നീ പേരിടണ്ട, ഇതിന് ഞാൻ ടാക്കിൾ എന്ന പേരിടുന്നത് എന്ന് പറഞ്ഞ് വാശി പിടിച്ചതൊക്കെ ഓർത്ത് ഗോയു ആ മീനിന്റെ അടുത്ത് പോയി ജൂൺ ഇട്ട പേരിൽ അതിനെ വിളിക്കുന്നു. അടുത്ത സീനില് ജൂണിന്റെ അടുത്തിരിക്കുന്ന ഗ്രാൻഡ്മയെ ഫുഡ് കഴിക്കാൻ വിളിക്കുവാണ് ഗോയു. അപ്പൊ ഗ്രാൻഡ്മ ആണെങ്കിൽ എനിക്ക് വിശപ്പില്ല, നീ പോയി കഴിച്ചോ എന്ന് പറയുമ്പോൾ ഗ്രാൻഡ്മ വിഷമിക്കേണ്ട, ജൂണിന് ഞാൻ എന്റെ കിഡ്നി കൊടുത്തോളാം എന്ന് പറയുവാണ് ഗോയു. ഇത് കേട്ട് ഞെട്ടി ഗോയുവിനെ നോക്കുന്ന അവന്റെ അമ്മയോട് അവൻ അമ്മയ്ക്ക് ഇതിന് നോ പറയാൻ സാധിക്കില്ല, കാരണം എന്റെ ലൈഫിൽ അമ്മയേക്കാൾ വലുതാണ് അവൻ എന്ന് പറയുന്നു. ശേഷം അമ്മയും അവനും മാറി നിന്ന് സംസാരിക്കുന്നു. ജൂൺ ആണെങ്കിൽ അമ്മയോട് ഒരു കിഡ്നി കിട്ടുന്നത് വരെ കാത്തിരുന്ന് അവന്റെ ജീവിതം അപകടത്തിലാക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവന്റെ അമ്മ എന്നാലും നിനക്കതിന് സാധിക്കില്ല, കാരണം നീ ഒരു അത്ലറ്റാ എന്ന് പറഞ്ഞ് അവന്റെ മനസ്സ് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും സ്പോർട്സ് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയും, പക്ഷെ ജൂൺ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അമ്മ എന്ന് പറയുന്നത് കേൾക്കുന്ന ഗോയുവിനോട് എന്നാലും പറ്റില്ല എന്ന് പറയുവാണ് അമ്മ. അപ്പൊ ഗോയു ആണെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എന്റെ കൂടെ എന്നും ഉണ്ടായിരുന്നത് ജൂൺഹി മാത്രമാ, ഇതെനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം പുറത്ത് നിന്ന് ഗ്രാൻഡ്മ കേൾക്കുന്നുണ്ടായിരുന്നു. ശേഷം ഒരു റെസ്റ്റോറന്റിൽ നിന്ന് സംസാരിക്കുവാണ് ഗ്രാൻഡ്മയും ഗോയുവിന്റെ അമ്മയും. ഗ്രാൻഡ്മ ഗോയുവിന്റെ അമ്മയോടായി പേടിക്കേണ്ട, ജൂണിന് വേണ്ടി ഗോയു ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല, എനിക്കൊരു രണ്ടാളും ഒരുമിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കില്ല, പിന്നെ നീ ഗോയുവിനെ ഓർത്ത് പേടിക്കേണ്ട, എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഗോയുവിന്റെ അമ്മ എനിക്ക് ഗ്രാൻഡ്മയോട് ഒരുപാട് നന്ദിയുണ്ട്, നല്ലൊരാളായ എന്റെ മോനെ ഗ്രാൻഡ്മ വളർത്തിയെ എന്ന് പറയുമ്പോൾ ഗ്രാൻഡ്മ ഗോയു ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പൊ ഞാനോ ജൂണോ ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ലായിരുന്നു. ജൂണിന്റെ ചേട്ടൻ മരിച്ചത് ശേഷം അവന്റെ അമ്മയും അച്ഛനും ഒരു ആക്സിഡന്റ് പോയത് പിന്നെ ഞങ്ങളുടെ വീട് ഒരൊച്ചയോ അനക്കോ ഇല്ലാതെ പോവായിരുന്നു. തുടർന്ന് ജൂണിന്റെയും ഗോയുവിന്റെയൊക്കെ കുട്ടിക്കാലത്തെ ഫ്ലാഷ് ബാക്കിലോട്ടാണ് പോകുന്നത്. ഒരേ സമയം ചേട്ടന്റെയും അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ മരണം കണ്ടതിന്റെ ഷോക്കിൽ നേരെ ചൊവ്വേ ജൂൺ മിണ്ടല് പോലും നിർത്തി. ഇതെല്ലാം കണ്ട് ഷോക്കിലാണ് ഗ്രാൻഡ്മ. പഴയ ജൂണിനെ എങ്ങനെ മാറ്റിയെടുക്കുമെന്ന് ഗ്രാൻഡ്മയ്ക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരവസരത്തിൽ ജൂൺഹേയും കൂട്ടി ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ഗ്രാൻഡ്മ ആലോചിച്ചു. ആ അവസരത്തിലാണ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊരു ശബ്ദം മുത്തശ്ശി കേൾക്കുന്നത്. അത് നമ്മുടെ കുട്ടി ഗോയു ആയിരുന്നു. അവൻ മതിലി പറ്റിപ്പിടിച്ച് ജൂൺഹേ അകത്തുണ്ടോ, പിന്നെ എനിക്ക് കഴിക്കാൻ ഫുഡ് ഉണ്ടോ എന്ന്
എന്ന് ചോദിക്കുന്നത് കേട്ട ഗ്രാൻഡ്മ അവനകത്തേക്ക് കൊണ്ടുപോകുന്നു. ശേഷം കുട്ടി ഗോയു കുട്ടി ജൂണിന്റെ അടുത്ത് പോയിരുന്ന് അവന്റെ അമ്മയുടെയും അച്ഛന്റെയും ചേട്ടന്റെയും ഫോട്ടോയിൽ നോക്കി ജൂണിന്റെ ചേട്ടൻ മരിക്കാൻ പേടിയാണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്കിളും ആന്റിയും കൂടെ ജൂണിന്റെ ചേട്ടന്റെ അടുത്ത് പോയിട്ടുള്ളതിനാൽ ജൂണിന്റെ ചേട്ടന് ഇപ്പൊ പേടിയുണ്ടായിരിക്കില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മാറി നിന്ന് ഇതെല്ലാം കണ്ട് ഒരു കൊച്ചുകുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കുവാണ് ഗ്രാൻഡ്മ. ശേഷം ഗോയു കഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ ജൂണും ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ ഗ്രാൻഡ്മ വൈകിട്ട് ഗോയുവിനെ വിളിക്കാൻ വരുന്ന അമ്മയോട് നിന്റെ തിരക്കിനെ കുറിച്ചൊക്കെ എനിക്കറിയാം, ഞാൻ ജൂണിന്റെ കൂടെ ഗോയുവിനെയും കൂടെ വളർത്തിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെയാണ് ഗോയും ജൂണും ഒരുമിച്ച് വളർന്നത്. ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം ഓർത്ത് കഴിയുമ്പോൾ ഗ്രാൻഡ്മ ഗോയുവിന്റെ അമ്മയോട് ഗോയും എനിക്ക് ജൂണിനെ പോലെ തന്നെയാ, അവന്റെ ചിരിയും കളിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, പിന്നെ അവൻ ഇപ്പൊ നിന്നോട് പറയുന്നതെന്നും നീ കാര്യമാക്കണ്ട, അവൻ ഒരിക്കലും നിന്റെ സ്നേഹവും കരുതലും മനസ്സിലാക്കും എന്ന് പറയുമ്പോൾ നിറകണ്ണുകളോടെ മുത്തശ്ശിയെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുകയാണ് ഗോയുവിന്റെ അമ്മ. അടുത്ത സീനിൽ കിഡ്നി മാറ്റിവെക്കുന്നത് മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങളെ കുറിച്ച് ഗോയുവിന് പറഞ്ഞു കൊടുക്കുവാണ് അവന്റെ അമ്മ. നിനക്ക് പെട്ടെന്നൊരു കിഡ്നി നഷ്ടപ്പെടുമ്പോൾ പല പല മാറ്റങ്ങളും നിന്റെ ബോഡിയിൽ സംഭവിച്ചേക്കാം, പല പല അസുഖങ്ങൾ വന്നേക്കാം, അതുപോലെ സർജറിയിൽ നിന്റെ പല ഭാഗങ്ങൾക്കും ഡാമേജ് സംഭവിച്ചേക്കാം. പറ, ഇനി നിനക്കത് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ ഗോയു അമ്മ ഇതൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കുവാണോ, എനിക്ക് ജൂണിന്റെ കാര്യത്തിൽ ഇതൊന്നും ഒരു പ്രശ്നവുമല്ല എന്ന് ജൂൺ പറയുന്നത് കേൾക്കുമ്പോൾ അവന്റെ അമ്മ നിനക്കിപ്പോ എത്ര തന്നെ അവന് കിഡ്നി കൊടുക്കണമെന്നുണ്ടെങ്കിലും ടെസ്റ്റിൽ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ നിനക്കതിന് സാധിക്കില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. മറ്റൊരു ഭാഗത്ത് ജൂൺ ഗ്രാൻഡ്മയോട് ഗോയുവിനെ കൊണ്ട് ഇത് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഗ്രാൻഡ്മ അവനോട് നിനക്ക് ഇത്രയും വലിയ പെയിൻ എന്നും ഉണ്ടാവുന്ന കാര്യം നീ എന്താ എന്നോട് പറയാഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം ഞാൻ ഗ്രാൻഡ്മയോട് പറഞ്ഞ് എന്തിനാ ഗ്രാൻഡ്മയും കൂടെ വിഷമിപ്പിക്കുന്നേ എന്ന് പറയുവാണ്. ഇതെല്ലാം അവിടെ കിടക്കുന്ന ഗോയു കേൾക്കുന്നുണ്ട്. അടുത്ത സൈഡില് ഗോയുവിന്റെ കിഡ്നി ജൂണിന് മാച്ച് ആവോ എന്നുള്ള റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇത് പോസിറ്റീവ് ആകണേ എന്ന് പ്രാർത്ഥിച്ച് ഗോയു ഒരു ഭാഗത്തും നെഗറ്റീവ് ആകണേ എന്ന് പ്രാർത്ഥിച്ച് അമ്മയും അച്ഛനും മറ്റൊരു ഭാഗത്തും. അങ്ങനെ റിസൾട്ട് നോക്കുമ്പോൾ റിസൾട്ട് പോസിറ്റീവ് ആണ്. സന്തോഷത്തോടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നന്ദി പറയുവാണ് ഗോയു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ഡ്രാമയുടെ ആദ്യത്തെ സീനാണ്. ഇവര് ഏതോ ഒരു ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുന്നത്. അത് ഇവരുടെ കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവാൻ സമയവും കളിച്ച് ചിരിച്ചാണ് ഗോയു പോകുന്നത്. ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഗോയുവിനെ നോക്കി ജൂൺ നന്ദി പറയുന്നു. പക്ഷേ ഓപ്പറേഷൻ തുടങ്ങി കുറെ കഴിയുമ്പോൾ ഓപ്പറേഷനിൽ എന്തെല്ലാമോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓപ്പറേഷനിൽ ഗോയുവിന്റെ കണ്ടീഷൻ വഷളാവുന്നുണ്ട്. അതുപോലെ തന്നെ ജൂണിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നതും നമുക്ക് കാണാം. ഇതെല്ലാം നമ്മൾ എപ്പിസോഡ് 1ന്റെ തുടക്കത്തിൽ കണ്ടതാണ്. ആർക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഒരു കൃത്യതയും ഇല്ല. അങ്ങനെ അവിടെ വെച്ച് സീൻ കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് ഒരു മാസത്തിന് ശേഷമാണ്. സാറ് ഒരു ഇംഗ്ലീഷ് പോയം ബോർഡിൽ എഴുതി ജൂണെ നീ ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തേ എന്ന് ചോദിക്കുമ്പോൾ ജൂൺ ഇല്ലാത്ത കാര്യം പറയുവാണ് ജിൻ. മിന്നാണെങ്കിൽ ജൂണിന്റെയും ഗോയുവിന്റെയും സീറ്റിലേക്ക് നോക്കി സങ്കടപ്പെടുന്നത് കാണാം. ജൂൺ ഇവിടെ ഇല്ലല്ലേ, എന്നാ മിന്നെ നീ ഈ കവിത ഒന്ന് വായിച്ചു കൊടുത്തേ എന്ന് പറഞ്ഞ് ഇത് മിന്നിനെ ഏൽപ്പിക്കുകയാണ് സാർ. അവൾ എഴുന്നേറ്റ് കവിത വായിക്കാൻ തുടങ്ങുന്നു. If there is a season for faith, we wish we were on our way to spring. If the season followed the rain, it shouldn't be a rainy and cold winter, a rainy and snowy winter. ഇവൾ ഈ കവിത വായിക്കുന്നതിലൂടെ കാണിക്കുന്നത് ഇത്രയും കാലം ഇവൾ അനുഭവിച്ച ഏകാന്തതയെ കുറിച്ചാണ്. അതുപോലെ ജൂണിനെ പോലെ ഒരാളെ കാണുമ്പോൾ ജൂൺ ആണെന്ന് വിചാരിച്ച് ഓടിപ്പോയി ജൂണിനെ വിളിക്കുന്നതും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് മിൻ ഓരോ നിമിഷവും ജൂണും ഗോയും മടങ്ങി വരുന്നതിന് വേണ്ടി ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ഇതേ സമയം മിന്നിനെ തീരെ ഇഷ്ടമല്ലാത്ത കുറച്ച് പെൺകുട്ടികളും ക്ലാസ്സിലുണ്ട്. ഇവളെ എപ്പോ കൺമുന്നിൽ കണ്ടാലും ഇവർക്ക് ദേഷ്യമാണ്. അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടികൾ ഇവളെ റാഗ് ചെയ്യുന്നതിന് വേണ്ടി ഒരു റൂമിലോട്ട് കൊണ്ടുപോകും. അവിടെ ചെന്ന് മിന്നിനോട് അവര് നിന്റെ ജാക്കറ്റ് ഊരടി എന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് മിന്നി ചോദിക്കുന്നത് കേട്ട് നീ ആരാന്നാടി നീ ഓർത്തെ, നിന്റെ 2 കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഇവളെ ആക്രമിക്കാൻ വേണ്ടി അവര് മിന്നിന്റെ അടുത്തേക്ക് നീങ്ങുന്നു. പുറകിൽ നിന്നും ഡോർ തുറന്ന് ദേ വരുന്നു നമ്മുടെ ജൂൺ. ജൂണിനെ കണ്ട് സന്തോഷത്തിൽ നിൽക്കുവാണ് മീൻ. അങ്ങനെ ജൂണിനെ ഞെട്ടി നോക്കി നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് പിറകിലെ വാതിൽ തുറന്ന് ദേ വരുന്നു ഗോയു. ഗോയുവിനെയും പെട്ടെന്ന് കണ്ടതിൽ എന്തെന്നില്ലാതെ സന്തോഷത്തിലാണ് നമ്മുടെ മീൻ. എന്നാൽ നമുക്ക് കാണാൻ കഴിയും മിന്ന് ഗോയുവിനെ സന്തോഷത്തിൽ നോക്കുന്നത് ജൂണിന് അങ്ങനെ പിടിക്കുന്നില്ല. എങ്ങനെയാണ് ഗോയും ജൂണും കറക്റ്റ് സമയത്ത് മിന്നിന്റെ അടുത്ത് എത്തി എന്നാണ് കാണിക്കുന്നത്. സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജൂണിന്റെ പിറകിൽ നിന്ന് വിളിച്ച് നീ എന്തെന്ന് ലേറ്റ് ആയേ എന്ന് ചോദിക്കുവാണ് ഗോയു. അപ്പൊ ജൂൺ ആണെങ്കിൽ ഞാൻ വരുന്ന വഴി ഹോസ്പിറ്റലിൽ നിന്ന് കയറി, അല്ല നീ എന്താ ലേറ്റ് ആയേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിന്ന് ട്രെയിനിങ് ഉണ്ടായിരുന്നു, പിന്നെ ഞാനിന്നിപ്പോ നിനക്ക് ഒരു പുതിയ ലൈഫാ തന്നിരിക്കുന്നത്, അത് മര്യാദയ്ക്ക് എന്നെ അനുസരിച്ചൊക്കെ അങ്ങ് ജീവിച്ചു പോക്കോണം, എന്നാ ശരി എനിക്കൊരാളെ കാണാനുണ്ട് എന്നും പറഞ്ഞ് ഗോയു അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നേരെ ഗോയു ഓടി ക്ലാസ്സിൽ ചെന്ന് മിന്നിന്റെ സീറ്റിൽ നോക്കുമ്പോൾ മിന്നിനെ അവിടെ കാണുന്നില്ല. അതേസമയം വരാന്തയിലൂടെ നമ്മുടെ ജൂൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ നിന്നും മിന്നും അവളെ പിടിച്ചുകൊണ്ടുപോയ ആ പെൺകുട്ടികളും തമ്മിൽ സംസാരിക്കുന്നത് ഇവൻ കേൾക്കുന്നു. ഇങ്ങനെയാണ് കൃത്യസമയത്ത് വാതിലും തള്ളി തുറന്ന് ജൂൺ അവിടെ എത്തുന്നത്. പക്ഷെ തീരെ ജൂൺ പ്രതീക്ഷിക്കാതെയാണ് മുൻവാതിൽ തുറന്ന് കടവാതിൽ വന്നെന്ന് പറയുന്ന പോലെ മിന്നിനെ തപ്പി നടന്ന ഗോയു അങ്ങോട്ട് വരുന്നത്. ശേഷം ഗോയു വന്ന് മിന്നിന്റെ കൈ പിടിച്ച് നീ ഒരുപാട് പേടിച്ചു കാണും, പേടിക്കണ്ട എന്റെ കൂടെ വാ എന്നും പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് പോകുന്നു. അങ്ങനെ അവിടെ വെച്ച് സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് 2023 ഡോഗ്
ഡോക്ടറായ ജൂണിനെ. ഇപ്പൊ മിന്നാണെങ്കിൽ ഇവന് നീ രാത്രി മാത്രമേ ഫ്രീ ആവോ എന്ന് ചോദിച്ചൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അപ്പൊ ജൂൺ ആണെങ്കിൽ അതേന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മിന്ന് എനിക്കറിയാം നീ ഇത് തന്നെ പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ 3 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് എന്ന് മിന്നിന്റെ മെസ്സേജ് കാണുമ്പോൾ ജൂൺ കൗണ്ടറിൽ വിളിച്ച് ഇന്ന് 3 മണിക്ക് ആരാ അപ്പോയിന്റ്മെന്റ് എടുത്തേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് മിന്നെന്ന് പറയുന്ന ഒരു ലേഡിയാ എന്ന് പറയുവാണ് കൗണ്ടറിൽ. അങ്ങനെ അവിടെ വെച്ച സീൻ കട്ട് ചെയ്ത് പിന്നെയും 2006 പോകുന്നത്. ഇപ്പൊ ഗോയും ജൂണും മിന്നും സംസാരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മിന്നവരോട് നിങ്ങളുടെ യൂണിഫോം വേഗം തയ്ച്ചു കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അവർ തയ്ച്ചു തരുന്നത് വരെ പിന്നാലെ നടക്കും, നിനക്കും എന്തെങ്കിലും തയ്ക്കണമെങ്കിൽ അവരുടെ അടുത്ത് കൊടുത്താൽ മതി എന്ന് ഗോയു പറയുന്നത് കേൾക്കുമ്പോൾ മിന്ന് ചിരിക്കുന്നു. അവള് പൊത്തിപ്പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ ഗോയു നിനക്കും ഇവനെ പോലെ ചിരി മറച്ചു വെക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലേ, ചിരി വന്നാ പൊട്ടിച്ചിരിക്കുന്നതിന് എന്തെത്ര പാട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ജൂൺ ഞാൻ എപ്പോഴാണ് അങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുവാണ്. അപ്പൊ മിൻ ജൂണിനെ നോക്കി നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മിന്നിനെ നോക്കി ഒന്ന് ചിരിച്ച് ഇല്ല ഞാനിപ്പോ ഓക്കെയാ എന്ന് പറയുവാണ് ജൂൺ. പിന്നത്തെ സീനിൽ റൈസ് ബോൾസ് ഒക്കെ ഉള്ള ഒരു പാത്രത്തിൽ കൊണ്ടുപോയി തന്റെ റൈസ് ബോൾസ് അതിൽ ഇടാൻ നോക്കുമ്പോൾ അവിടെയുള്ള ആള് അവനെ തടയുകയാണ്. അപ്പൊ ജീൻ ഞാൻ ഈ പ്രാവശ്യം 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്ക് കുറെ തരണോന്ന് പറയുമ്പോൾ ഇല്ല നിന്റെ റൈസ് ബോൾസ് ഇതിൽ ഇടാൻ പറ്റില്ല, കാരണം ഇതിൽ ബ്രൗൺ റൈസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു മുടിയുള്ള ആള് അവനെ റൈസ് ബോൾസ് ഇടുന്നതിൽ നിന്നും തടയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഗോയും ജൂണും അവരുടെ റൈസ് ബോൾസും കൊണ്ടുപോയി അതിലിടുന്നുണ്ട്. അപ്പൊ ആ മുടിയുള്ള ആള് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് പറഞ്ഞ് ആ റൈസ് ബോൾസ് എല്ലാം കൂടെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് അതൊരു തുണി കൊണ്ട് അടച്ച് കെട്ടിവെക്കുവാണ്. ശേഷം അയാൾ ഇത് ഞായറാഴ്ച 7 മണിക്ക് തുറക്കും, ഓരോരുത്തർക്കും അവരുടെ കൂടെ ഒരാളെ കൊണ്ടുവരാം എന്നും പറയുകയാണ്. ഇപ്പൊ ജിന്നാണെങ്കിൽ വളരെയധികം സങ്കടത്തിലാണ്, കാരണം അവന്റെ റൈസ് ബോൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ അതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ വേറെ ആരുടെയെങ്കിലും കൂടെ വേണം അവന് പോവാൻ. ഇവനാണെങ്കിൽ ജൂണിനോടും ഗോയുവിനോടും മാറി മാറി നിങ്ങളെന്നെ കൊണ്ടുപോയില്ലേ എന്നും പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മിന്നിനെ കാണുമ്പോൾ ഗോയു എനിക്ക് ഓൾറെഡി ഒരാളുണ്ടടാ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അസ്വസ്ഥതയോടെ മിന്നിനെ നോക്കുവാണ് ജൂൺ. അടുത്ത സീനിൽ വീട്ടിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ജൂണിന്റെ റൂമിൽ ലൈറ്റ് വന്ന് ഓഫ് ആക്കുകയാണ് ഗ്രാൻഡ്മ. ഇത് കണ്ട് ഇത് എന്തിനാന്ന് ജൂൺ ചോദിക്കുമ്പോൾ ജൂൺ എന്നോട് 10 മണിക്ക് ശേഷം ഇവിടെ ലൈറ്റ് ഇടണ്ട എന്ന് പറഞ്ഞിട്ടാ പ്രാക്ടീസിന് പോയേക്കുന്നേ എന്ന് പറയുവാണ് ഗ്രാൻഡ്മ. ജൂൺ ആണെങ്കിൽ ഇവൻ ഇവിടെ ഇല്ലെങ്കിലും എനിക്കൊരു സ്വസ്ഥത തരില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അടുത്തിരിക്കുന്ന ഒരു ലൈറ്റ് ഓൺ ആക്കുന്നു. അപ്പോഴാണ് അവൻ അവന്റെ കൈ ശ്രദ്ധിക്കുന്നത്, കാരണം ഇടത് കൈ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന അവൻ ഇപ്പോൾ വലത് കൈ കൊണ്ട് എഴുതാൻ പറ്റുന്നുണ്ട്. മറ്റൊരു ഭാഗത്താണെങ്കിൽ ഗോയു പ്രാക്ടീസിലാണ്, എന്നാൽ പണ്ടത്തെ പോലെ ഇവന് നല്ല രീതിയിൽ ഇപ്പോൾ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. ഇവന്റെ മനസ്സ് നിറയാണെങ്കിൽ മിന്ന. ഇതിന്റെ പേരിൽ സാറാണെങ്കിൽ ഇവനെ വഴക്ക് പറയുന്നു. അടുത്ത സീനിലെ മോർണിംഗില് മുത്തശ്ശിയാണെങ്കിൽ വിൽക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള പൂവിന്റെ പെട്ടി പിന്നെയും തുറക്കുന്നത് കണ്ട് ജൂൺ ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ തെറ്റായ രീതിയിൽ ഇതൊക്കെ എടുത്തു വെച്ചേ എന്ന് പറയുവാണ് ഗ്രാൻഡ്മ. അങ്ങനെ പിന്നെ ഗ്രാൻഡ്മയെ സഹായിക്കുകയാണ് ജൂണും ഗോയുവും ജിന്നും. അപ്പൊ ഗോയു അവരോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളെ കാണുമ്പോൾ അപ്പൊ തന്നെ ആ ഡേ ഫുള്ള് റീചാർജ് ആവുന്ന ഒരു ഫീൽ തോന്നിയിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ജിന്ന് എനിക്ക് ഭക്ഷണം കാണുമ്പോൾ ഇതേ ഫീൽ ഉണ്ടാവാറ് എന്ന് പറയുകയാണ്. ശേഷം ജിന്ന് ഞാൻ നെക്സ്റ്റ് എന്റെ കരിയറിൽ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു, ഞാനൊരു യൂട്യൂബർ ആവാൻ പോവാ, എന്നിട്ട് എന്റെ വ്ലോഗ് ഒക്കെ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നീ മര്യാദയ്ക്ക് നിന്റെ പഠിത്തത്തെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ജൂൺ അവനെ വഴക്ക് പറയുന്നുണ്ട്. ശേഷം ഇവർ 3 പേരും കൂടെ ഇത് വിൽക്കാൻ വേണ്ടി പോവാണ്. വലിയ സ്റ്റൈലിലൊക്കെയാണ് പോക്ക്. ആ സമയം അവിടെ മതിലിരിക്കുന്ന ഒരു പ്രാവിനെ കണ്ട് ജൂൺ പേടിക്കുന്നുണ്ട്. പണ്ട് ജൂണിന് പ്രാവിന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, പേടി ഗോയുവിനായിരുന്നു. കിഡ്നി മാറ്റിവെച്ചതോടെ നമ്മുടെ ഗോയുവിന്റെ ഓരോ സ്വഭാവങ്ങള് ജൂണിനും കൂടെ വരുവാണെന്ന് തോന്നുന്നു. ഇതേസമയം 2023 കാര്യമാണ് കാണിക്കുന്നത്. മിന്നും ജൂണും ആണെങ്കിൽ ഇപ്പൊ ഒരു പാർക്കിൽ വന്ന് മീറ്റ് ചെയ്യുവാണ്. അപ്പൊ ആ പാർക്കിലാണെങ്കിൽ ഒരു പ്രാവിനെ കണ്ട് ഈ ജൂൺ ഇങ്ങനെ അസ്വസ്ഥതയോടെ നിൽക്കുന്നത് ശ്രദ്ധിച്ച മിന്ന് നിനക്ക് ഈ പേടി ഇപ്പോഴും മാറിയില്ലേ എന്ന് പറഞ്ഞ് ആ പ്രാവിനെ ഓടിച്ചു കളയുന്നു. ശേഷം അവള് ചായ കുടിക്കുന്നത് കാണുമ്പോൾ ജൂണ് നീ ഇപ്രാവശ്യത്തിൽ ആൽക്കഹോൾ മിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ പിന്നെ എല്ലാ പ്രാവശ്യം ചായയിൽ ആൽക്കഹോൾ ഒഴിക്കാൻ നീ എന്താ ഞാനൊരു ആൽക്കഹോൾ അഡിക്റ്റ് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ജൂണ് നമ്മൾ മൊത്തം 5 പ്രാവശ്യം കണ്ടു, 5 പ്രാവശ്യം നീ ചായയിൽ ആൽക്കഹോൾ ചേർത്ത കഴിച്ചേ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചമ്മി രൂപത്തിലിരിക്കുവാണ് മിന്ന്. ആ മിന്നിനെ കണ്ണീമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ജൂൺ. അടുത്തത് 2006 ഇവർ 3 പേരും കൂടെ പൂക്കൾ വിൽക്കുവാണ്. അപ്പോഴാണ് ആ വഴി മിന്നു പോകുന്നത് ഗോയ ശ്രദ്ധിക്കുന്നത്. അവനവളുടെ പിറകെ ചെന്ന് നീ എങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പാർട്ട് ടൈം വർക്ക് ഉണ്ട് എന്ന് പറയുവാണ് അവൻ. അപ്പം പിന്നെ ഇവരെ 3 പേരെയും ശ്രദ്ധിക്കുമ്പോൾ ഇവരും വർക്കിലാണെന്ന് തിരിച്ചറിയുമ്പോൾ എനിക്കും ഒരു പൂ തരുമോ എന്ന് ചോദിക്കുകയാണ് ഗോയുവിനോട്. അപ്പൊ ഗോയു ആണെങ്കിൽ ഒരു പൂ അവളുടെ നേരെ നീട്ടിയിട്ട് ഇന്നെടുത്തോ എന്ന് പറയുമ്പോൾ എന്താ നീ ഇത് എനിക്ക് ഫ്രീ ആയിട്ട് തരുവാണോ, നീയാണോ ഇതിന്റെ ഓണർ എന്ന് മിന്നു ചോദിക്കുമ്പോൾ അവൻ നൈസായി ജൂണെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന് വേറെയും ഓണേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മിന്നു ചിരിച്ചോണ്ട് അത് പൈസ കൊടുത്ത് വാങ്ങുവാണ്. ഇതൊന്നും നമ്മുടെ ജൂണിന് അങ്ങനെ ദഹിക്കുന്നില്ല. അടുത്ത സീനില് റൈസ് ബോൾ കൊണ്ടുള്ള ലായനെ കുടിക്കാൻ വേണ്ടിയിട്ട് ജൂണും ജിന്നും കൂടെ ഇപ്പൊ വന്നേക്കുവാണ്. അപ്പൊ ജിന്ന് ജൂണിനോട് അവ ശരിക്കും അവളെയും കൊണ്ട് വരുമോ എന്ന് പറയുമ്പോൾ തന്നെ മിന്നിനെയും കൂട്ടി ഗോയു അങ്ങോട്ട് വരുന്നു. മിന്നിനെയും ഗോയുവിനെയും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ ജൂണിന് വല്ലാതാവുന്നുണ്ട്. സ്കൂളിലെ ഗേറ്റ് പൂട്ടിയിരിക്കുന്നത് കാണുമ്പോൾ ഗോയു എടാ നമ്മുടെ സ്കൂളിലെ മതിലിനൊക്കെ എത്ര വലുപ്പം കാണും എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോഴാണെങ്കിൽ ഞാനില്ല ഇതിനെന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന മിന്നിനെ ഗോയു തടയുന്നു. ശേഷം ഗോയും ജൂണും കൂടെ മതിലിന്റെ മേലെ കയറിയിരുന്ന് പാവം ജിന്നിനെ താഴെ നിർത്തി അതിന്റെ മേലെ ചവിട്ടി കയറാനാണ് ശ്രമം. അവൾക്ക് നേരെ കൈ നീട്ടുന്ന അവരെ 2 പേരുടെയും കൈ പിടിച്ച് അവൾ അങ്ങനെ മതിലിന്റെ മേലെത്തും. ശേഷം 4 പേരും ഒരുവിധം മതിൽ ചാടിക്കിടക്കുവാണ്. അടുത്ത സീനില് ഗോയുവിന്റെ അമ്മേനെ അച്ഛനെയാണ് കാണിക്കുന്നത്. ഇപ്പൊ ഗോയുവിന്റെ അമ്മ അച്ഛനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുവാണ്. അപ്പോൾ നീ എന്തിനാ പിന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ഫുഡ് കാണിച്ചുകൊണ്ട് ഇത് മൊത്തം കൂടെ എനിക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വിളിക്കുന്നത് എന്ന് പറയുവാണ് ഗോയുവിന്റെ അമ്മ. ഇവര് ഡിവോഴ്സ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് 2 പേർക്കും ഉള്ളിൽ ഇപ്പോഴും സ്നേഹമുണ്ട്, പക്ഷെ അവരത് പ്രകടിപ്പിക്കുന്നില്ല. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോയുവിന്റെ അച്ഛൻ ഒരു ഹാൻഡ് ക്രീം ഗോയുവിന്റെ അമ്മയ്ക്ക് സമ്മാനം കൊടുത്തോണ്ട് നീ എപ്പോഴും കൈ കഴുകി ഇപ്പൊ പാറക്കല്ല് പോലെയാ കൈ ഇരിക്കുന്നത്, എന്നാ ഇനി ഇത് യൂസ് ചെയ്തോ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്റെ കൈ നല്ല സോഫ്റ്റാ എന്ന് പറയുവാണ് ഗോയുവിന്റെ അമ്മ. അപ്പൊ ഗോയുവിന്റെ അച്ഛൻ ഇവളോട് പറഞ്ഞാലും മനസ്സിലാകും
കാണത്തില്ല, അതെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞു അതിന്റെ അടപ്പ് തുറന്ന് കൊടുക്കുന്നത്. ആ ഹാൻഡ് ക്രീം മൊത്തം കൂടെ ഗോയുവിന്റെ അമ്മയുടെ മുഖത്തേക്ക്. പെട്ടെന്ന് തന്നെ ഗോയുവിന്റെ അച്ഛൻ പോയി അതൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എതിരെ വന്ന നഴ്സ് ഇത് കണ്ട് തെറ്റിദ്ധരിക്കുന്നു. മറ്റൊരു ഭാഗത്താണെങ്കിൽ എല്ലാവരും ഇപ്പൊ പറഞ്ഞു പോലെ റൂമിലെത്തി ലൈറ്റ് ഒക്കെ വെച്ച് റൂം മൊത്തം അലങ്കരിച്ചിട്ടുണ്ട്. ശേഷം ആ മുടിയുള്ള ആള് പോയി കുടം തുറന്ന് എല്ലാവരെയും കാണിക്കുവാണ്. ശേഷം ഫസ്റ്റ് ഗോയുവിനെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അതെല്ലാവരും കുടിക്കുന്നു. ഇതിനെല്ലാം ശേഷം ആ മുടിയുള്ള ആള് ഇവർക്ക് വലിയ വലിയ തത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ജിന്നാണെങ്കിൽ സൈഡിലൂടെ അപ്പുറത്തിരിക്കുന്ന വീടിന്റെ ലൈൻ അടിക്കാൻ വേണ്ടിട്ട് നീ ആരുടെ കൂടെ വന്നേ എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ വന്നേ എന്ന് അവള് പറയുന്നത് കേട്ട് നിനക്കും ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുക. ഇതിന്റെ ഒക്കെ ഇടയില് ഗോയു മിന്നിനെ നോക്കുന്നു, ജൂൺ മിന്നിനെ നോക്കുന്നു, ജൂൺ ഗോയുവിനെ നോക്കുന്നു, ഗോയു ജൂണിനെ നോക്കുന്നു. എല്ലാം കൊണ്ടും ഇവിടെ കലങ്ങി മറിഞ്ഞു കിടപ്പാണ്. ശേഷം ഗോയു മിന്നോട് നമുക്ക് പുറത്തേക്ക് പോയാലോ എന്ന് ചോദിച്ച് അവളെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. പിന്നീട് അവരവിടെ ഊഞ്ഞാലിരിക്കുമ്പോ ഗോയു ആണെങ്കിൽ മിന്നോട് നിന്റെ ആസ്ട്രോളജിക്കൽ സൈൻ എന്താ എന്ന് ചോദിക്കുന്നത് കേട്ട് സാധാരണ ആളുകൾ ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ ചോദിക്കാതെ നീ എന്താ ഈ സൈൻ ചോദിച്ചേ എന്ന് ചോദിക്കുമ്പോ ഗോയു ഞാൻ ബ്ലഡിനേക്കാൾ കൂടുതൽ യൂണിവേഴ്സിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പിന്നെ ഒരാളുടെ ആസ്ട്രോളജിക്കൽ സൈൻ മുഖേനയോ ബ്ലഡ് ഗ്രൂപ്പ് മുഖേനയോ ഒരാളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്കൊരാളെ അടുത്തറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ എന്തെങ്കിലും രഹസ്യം നമ്മൾ അറിയണം എന്ന് പറയുമ്പോൾ ഗോയു എന്താ പറ, എന്താ നിന്റെ സീക്രട്ട്? എനിക്കറിയാം നീ അത് എന്നോട് പറയില്ലെന്ന്. പക്ഷെ ആളുകൾ പറയും രഹസ്യം അങ്ങനെ കൂടുതൽ നാൾ കൊണ്ടു കിടക്കാൻ പാടില്ല. എനിക്കിനി നിന്റെ രഹസ്യങ്ങൾ പറയാൻ ആരും ഇല്ലാതാവുകയാണെങ്കിൽ നിനക്ക് എന്നോട് പറയാം, ഞാൻ കൊണ്ടുനടന്നോളാം അത് എന്ന് അവൻ പറയുന്നത് കേൾക്കും. അവനെ തന്നെ നോക്കിയിരിക്കുവാണ് അവള്. അങ്ങനെ രണ്ടുപേരും കണ്ണും കണ്ടും നോക്കിക്കൊണ്ടിരിക്കുമ്പോ ദേ ജിന്ന് ഗോയു ഓടിക്കോടാ, സെക്യൂരിറ്റി നമ്മളെ കണ്ടുപിടിച്ചടാ എന്ന് വിളിച്ച് പറയുന്നതും രണ്ടും കൂടെ ഇറങ്ങി ഓടും. ഓടി വന്ന ജിന്നാണെങ്കിൽ അവിടെ വീഴുമ്പോ ഗോയു പെട്ടെന്ന് മിന്നിനെ ജൂണിനെ ഏൽപ്പിച്ച് നിങ്ങൾ മുന്നിൽ പൊക്കോ, ഞാൻ പിന്നാലെ വന്നോളാം എന്ന് പറയുന്നതും ഈ അവസരം മുതലെടുത്ത് ജൂൺ അവളുടെയും കൈ പിടിച്ചോടും. അങ്ങനെ ജൂൺ മിന്നിന്റെ കൈയും പിടിച്ചോടി ഒരു മൂലയിൽ പോയി ഒളിച്ചു നിൽക്കുന്നു. അവർ കുറച്ചധികം ക്ലോസ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ ജൂണിന് അവളെ നോക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അവൻ എന്തോ ഒന്ന് അവളോട് പറയണമെന്നുണ്ട്. അതിനായി അവൻ അവളെ വിളിക്കുന്നതും അപ്പോൾ തന്നെ ഗോയുവിന്റെ കോൾ വരുന്നു. ശേഷം അവർ രണ്ടുപേരും കൂടെ ഗോയുവും ജിന്നും ഉള്ളിടത്തേക്ക് പോകുന്നു. നടത്തത്തിനിടയിൽ ജൂണിന്റെ കാഴ്ച മങ്ങുമ്പോൾ അവൻ ഗ്ലാസ് ഊരി നോക്കുന്നു. അപ്പോഴാണെങ്കിൽ അവന് ഗ്ലാസ് ഇല്ലാതെ തന്നെ ഇപ്പൊ നന്നായിട്ട് കാണാം. ജൂണും മിന്നും ഒരുമിച്ച് വരുന്നത് കാണുന്ന ഗോയുവിനാണെങ്കിൽ ഇന്ന് ആ റൂമിൽ വെച്ച് ജൂൺ മിന്നിനെ നോക്കി ഓർമ്മകൾ ഉണ്ടാവുന്നു. ഗോയു പെട്ടെന്ന് തന്നെ മിന്നിന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കാമെന്നും പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് പോകുന്നു. അവർ രണ്ടാളും ഒരുമിച്ച് നടന്നു പോകുന്നത് കാണുമ്പോൾ ജിന്ന് അവർ രണ്ടാളും നല്ല മാച്ച് ആണല്ലേ, അതുപോലെ തന്നെ നിങ്ങൾ രണ്ടാളും നടന്നു വരുന്നത് കാണാനും നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവരെ തന്നെ നോക്കിയിരിക്കുവാണ് ജൂൺ. പോകുന്ന വഴി മൊത്തം മിന്ന് നിങ്ങൾ രണ്ടാളും എങ്ങനെ പരിചയപ്പെട്ടെ, നിങ്ങൾ ബന്ധുക്കളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗോയു ഞാനും അവനും എലമെന്ററി സ്കൂൾ തൊട്ടുള്ള പരിചയവാ, ഇപ്പോ വരെ ഞങ്ങൾ ഒരുമിച്ചാ താമസിക്കുന്നേ, ഞങ്ങൾ ബന്ധുക്കളൊന്നുമല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മിന്ന് നിങ്ങളെ രണ്ടാളെയും കണ്ട വെറും ഫ്രണ്ട്സ് ആണെന്നൊന്നും പറയത്തില്ല, നിങ്ങൾ തമ്മിൽ നല്ല ബോണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഗോയുവിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വല്ല തൃപ്തിയും ഇല്ല. ശേഷം അവൻ അവൾ വീട്ടിൽ കൊണ്ടാക്കി ജൂണിന്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ ജൂൺ ആണെങ്കിൽ ക്ലാസ് ഊരിയും വെച്ചും ഒക്കെ അവന്റെ ഐ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നീ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എടാ എനിക്കിപ്പോ ക്ലാസ് ഇല്ലാതെ നല്ലപോലെ കാണാം എന്ന് ജൂൺ പറയുന്നത് കേട്ട് അപ്പൊ ഗോയു ആണെങ്കിൽ കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് ഇതെത്രയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശേഷം അവർ രണ്ടാളും അവിടെ തന്നെ കിടക്കുവാണ്. അപ്പൊ ജൂൺ ഗോയുവിനോട് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിനക്കും മിന്നെ ഇഷ്ടമാണോ എന്ന് ഗോയു ജൂണിനോട് ചോദിക്കുന്നു. നീ എന്തീ പറയുന്നേ, എനിക്ക് അവളെ ഇഷ്ടമൊന്നുമല്ല, അവളിന്റെ ടൈപ്പേ അല്ല എന്ന് പറയുകയാണ് ജൂൺ. അങ്ങനെ ആ സീൻ അവിടെ കട്ട് ചെയ്ത് രാവിലെ ഗ്രാൻഡ്മയ്ക്ക് വേണ്ടി കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ഗോയു. അപ്പൊ ഗ്രാൻഡ്മ അങ്ങോട്ട് വരുന്നത് കണ്ട് മാഡം നിങ്ങൾ രാവിലെ തന്നെ വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് ഗ്രാൻഡ്മയുടെ ചെയിൻ മിസ്സായ കാര്യം ഇവൻ ശ്രദ്ധിക്കുന്നത്. അതിന്റെ കാര്യം ചോദിക്കുമ്പോൾ അതിവിടെ കാണാതെ പോയി എന്ന് ഗ്രാൻഡ്മ പറയുന്നുണ്ട്. ആ ചെയിൻ ആയിരുന്നെങ്കിൽ ജൂണിന്റെ അമ്മയുടെ ചെയിൻ ആയിരുന്നു. ഇത്രയും കാലം മൊത്തം ഗ്രാൻഡ്മ അത് സൂക്ഷിച്ചായിരുന്നു കൊണ്ട് നടത്തിയിരുന്നത്. ഇപ്പൊ അത് പോയതിൽ വളരെ സങ്കടത്തിലാണ് ഗ്രാൻഡ്മ. മറ്റൊരു ഭാഗത്ത് മിന്നെ തന്റെ ബാഗ് എടുത്ത് വെക്കുമ്പോൾ അതിൽ നിന്നൊരു ചെയിൻ നിലത്ത് വീഴുന്നുണ്ട്. അത് ഗ്രാൻഡ്മയുടെ ചെയിനാണ്. ഇതെങ്ങനെ ഇവളുടെ അടുത്ത് എത്തിയെന്ന് നമുക്കറിയില്ല. മറ്റൊരു ഭാഗത്ത് രാവിലെ ഉറക്കമുണരുന്ന ജൂൺ ആണെങ്കിൽ ഇന്ന് വളരെ സന്തോഷത്തിലാണ് എഴുന്നേറ്റ് വരുന്നത്. ആ സമയം ഗോയുവും മുത്തശ്ശിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഗോയു ആണെങ്കിൽ മുത്തശ്ശിയോട് ഈ ജൂണിന് രാവിലെ തന്നെ എക്സസൈസ് ചെയ്ത് പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, അവന് നമ്മുടെ കൂടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചൂടെ എന്ന് പറയുമ്പോൾ ഇത് ജൂൺ വാതിലും തുറന്നു വന്ന് എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. ശേഷം നമ്മുടെ ജൂൺ പറയുന്നത് പോലെ മാഡം മോയെ കാണുന്നത് രാവിലെ വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുവാണ് ഗോയുവും മുത്തശ്ശിയും. കാരണം അവൻ ഇതുവരെ മുത്തശ്ശിയെ മാഡമോ എന്ന് വിളിച്ചിട്ടില്ല. ശേഷം ക്ലാസ്സിലും ഇതേ കാര്യം പറഞ്ഞ് ഗോയു ജൂണിനെ കളിയാക്കുന്നുണ്ട്. അപ്പൊ ജൂൺ ആണെങ്കിൽ എടാ ഞാൻ നിന്നെ മിമിക്രി ചെയ്ത് കാണിച്ചതാടാ എന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോട് ഞാൻ കോണ്ടോഗ് കഴിക്കാൻ പോവാ എന്നും പറഞ്ഞ് ക്യാൻറ്റീനിലേക്ക് പോകുന്നതും ക്ലാസ്സിലെല്ലാം എഴുന്നേറ്റ് അവരുടെ പിന്നാലെ പോവുകയാണ്. എന്തിനാ നമ്മുടെ ജൂൺ വരെ ഇത് എഴുന്നേറ്റ് പോകുന്നു. അപ്പൊ ഗോയു ആണെങ്കിൽ എഴുന്നേറ്റ് പോകുന്ന നേരത്ത് മിന്നോട് നീ വരുന്നോ എന്ന് ചോദിക്കുന്നതും സാധാരണ ക്ലാസ്സിലൊന്നും അത്ര ആക്റ്റീവ് അല്ലാത്ത മിന്ന് ഇപ്പൊ എഴുന്നേറ്റ് വരുവാണ്. ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ് ഗോയു. അവിടെ വെച്ച് സീൻ കട്ട് ചെയ്ത് ഇപ്പൊ 2023 കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഡോക്ടർ ജൂണിന്റെ അപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുവാണ് മിന്നിന് ചായയിൽ ബിയർ ചേർത്ത് കഴിക്കുന്ന ശീലം ഉള്ളത് കൊണ്ടൊക്കെ തന്നെ അവൾക്ക് വേണ്ടി ബിയർ എടുത്ത് കൊടുക്കുവാണ് ജൂൺ. ശേഷം അവർ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി പറ നിനക്ക് എന്താ പറയാനുള്ളേ, എന്താ നിന്റെ സീക്രട്ട് എന്ന് മിന്നിനോട് ചോദിക്കുവാണ് ജൂൺ. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്ത് 2016 തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പൊ
ഇപ്പൊ ഇവരെല്ലാവരും കൂടെ ക്യാൻറ്റീനിലേക്ക് കോൺഡോക്സ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. പോകുന്ന വഴിയുടെ ഒരു ബെഞ്ചിൽ പ്രാവിനെ കണ്ട് പേടിച്ച് നിൽക്കുവാണ് ഗോയു. പിന്നാലെ വന്ന ജൂണും ഇതേപോലെ ആ പ്രാവിനെ കണ്ട് പേടിച്ച് നിൽക്കുന്നു. അപ്പൊ ജിന്നാണെങ്കിൽ അതൊരു പ്രാവല്ലേ എന്ന് പറയുമ്പോൾ വേണ്ട അതിനെ ഓടിക്കണ്ട, അത് പൊക്കോളും എന്ന് പറയുവാണ് രണ്ടാളും കൂടെ. എന്നത് കേൾക്കാതെ ജിന്ന് പോയി ആ പ്രാവിനെ ഓടിക്കുന്നതും ആ പ്രാവ് നേരെ പറന്നു വന്ന് ഇവരുടെ മേലേക്ക് കയറും. രണ്ടാളും കൂടെ അവിടെ നിന്ന് മരണപ്പാച്ചിൽ വാങ്ങി. ഓടുന്നതിന്റെ ഇടയിൽ തന്റെ കൂടെ ജൂണ് ഓടുന്നത് കണ്ട് ഇതുവരെ പ്രാവിന് ഒരു പേടി ഉണ്ടായിരുന്നില്ലാത്ത ജൂണിനോട് എടാ നീ എന്തിനാണ് ഓടുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ഗോയു. ശേഷം മിന്നും ഗോയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിന്നു ഗോയുവിനോട് നിനക്ക് ബേർഡ്സിനെ പേടിയാണോ എന്ന് ചോദിക്കുന്നു. അതേന്ന് പറയുന്ന ഗോയുവിനോട് അപ്പൊ ഇതായിരുന്നു നിന്റെ സീക്രട്ട് എന്ന് മിൻ ചോദിക്കുമ്പോൾ അതൊരു സീക്രട്ട് ഒന്നുമല്ല, കാരണം ജിന്നിന് ജൂണിനൊക്കെ ഇതിനെ കുറിച്ച് അറിയാം എന്ന് പറയുമ്പോൾ എന്താ ജൂണിനും പ്രാവിനെ പേടിയാണോ എന്ന് മിൻ ചോദിക്കുന്നത് കേട്ട് ഏയ് അവൻ അങ്ങനെ സാധാരണ പ്രാവിനെ കണ്ട് പേടിക്കുന്ന ടൈപ്പ് ഒന്നുമല്ല, പക്ഷെ എന്നാലും എന്തിനാ അവൻ ഓടിയേ, ചിലപ്പോൾ ഈ പ്രാവ് കുറച്ച് വലുതായതുകൊണ്ടായിരിക്കും എന്ന് പറയുകയാണ് ഗോയു. അപ്പൊ പിറകിൽ ഓടി വരുന്ന ജൂണാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത് കണ്ട് അങ്ങോട്ട് പോവാതെ അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് പണ്ട് ഇവനെ തല്ലി അവശനാക്കിയ ചെറുക്കന്മാരെ ഇപ്പൊ വേറൊരാളെ തല്ലിക്കൊണ്ടിരിക്കുവാണ്. സാധാരണ ഇതുപോലുള്ള അവസരങ്ങളിൽ ഇതിലൊന്നും ഇടപെടാതെ പോകുന്ന ജൂണിന് ഇപ്പൊ അവരെ തല്ലാൻ വേണ്ടി കൈയൊക്കെ പെരുത്ത് കയറി വരുന്നുണ്ട്. അപ്പൊ അതേസമയം ഗോയു മിന്നോട് നിനക്ക് ഇതുപോലെ എന്തെങ്കിലും പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് PT ക്ലാസ് ഒക്കെ ഭയങ്കര പേടിയാ, എനിക്കതിൽ മാർക്ക് വളരെ കുറവാ, നീ എനിക്ക് സ്പോർട്സ് ഒക്കെ ഒന്ന് പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ തലയാട്ടുവാണ് ഗോയു. ശേഷം നെക്സ്റ്റ് സീനിൽ എല്ലാവരും സ്പോർട്സിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഗോയു ആണെങ്കിൽ മിന്നിന് ഓരോന്ന് പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ജൂൺ. ഗോയുവിന്റെ അമ്മ അവനോട് നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, വല്ല സ്ട്രേഞ്ച് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, പക്ഷെ എനിക്കിപ്പോൾ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാം. അതുപോലെ എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല രീതിയിൽ കാണാം. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ എനിക്കത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ജൂൺ പറയുന്നത് കേൾക്കുമ്പോൾ അതൊക്കെ നല്ല കാര്യമാണല്ലോ എന്ന് പറയുവാണ് ഗോയുവിന്റെ. അടുത്ത സീനിൽ പാർട്ട് ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മിന്നിനെയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് വല്ലാത്ത വയറുവേദന വരുമ്പോൾ അവിടെയുള്ള പെൺകുട്ടിയോട് പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് പോകുന്നു. അവിടെ വെച്ച് മെയിൻ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ എന്ന് ഗോയു പറഞ്ഞ കാര്യം ഓർക്കുന്നു. ഇതേ സമയം തന്നെ ഗോയു അങ്ങോട്ട് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ലേഡിയോട് ഇവിടെ നിന്നൊരു നെക്ലേസ് കളഞ്ഞു കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ പെൺകുട്ടി ഇല്ല എന്ന് പറയുന്നതോടെ ഗോയു അവിടെ നിന്ന് പോവുകയാണ്. ഇങ്ങനെയാണ് മിന്നിന്റെ കയ്യിൽ ആ നെക്ലേസ് വന്നത്. ശേഷം ഒരുപാട് റെസ്റ്റോറന്റിൽ കയറി ഗോയു ഈ നെക്ലേസ് അന്വേഷിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഗോയുവിന്റെ അച്ഛൻ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർമാരോട് ഗോയുവിന്റെ പേരിൽ പൊങ്ങച്ചടിച്ചുകൊണ്ടിരിക്കുവാണ്. അവൻ വലിയ ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണ്, അതാണ് ഇതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പെട്ടെന്ന് ജൂണിനെ കാണുന്ന ഗോയുവിന്റെ അച്ഛൻ ഇവരുടെ മുന്നിൽ ആളാൻ വേണ്ടിയിട്ട് ജൂണിന്റെ അടുത്തേക്ക് വിളിച്ച് ഇതാ എന്റെ മോൻ, ഇവിടെ കാണാനേ സുന്ദരനല്ലേ, അവൻ ക്ലാസ് ടോപ്പാ എന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ചോടിക്കുന്നു. ഇതൊക്കെ കേട്ട് ചിരിക്കുവാണ് ജൂൺ. അടുത്ത സൈഡിലെ ക്ലാസ് ആണ് കാണിക്കുന്നത്. ബെല്ലടിക്കുന്നതും എല്ലാവരും ക്ലാസ്സിൽ നിന്നും പോകുന്നു. അപ്പോഴാണ് മിൻ മുന്നിലെ ബെഞ്ചിൽ ഒരു പാട്ടൊക്കെ കേൾക്കുന്ന പെട്ടിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. തൽക്കാലം നമുക്ക് അതിനെ ഫോൺ എന്നും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കാണുന്നത് മിന്നിന് അത് എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയാണ്. കുറെ സമയം അത് എടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചെന്ന് പിന്നെ രണ്ടും കൽപ്പിച്ച് അത് പോയി എടുത്ത് ബാഗിലേക്ക് വെക്കാൻ തുടങ്ങുന്നതും ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഗോയുവിനെ കണ്ട് ഞെട്ടുകയാണ് മിൻ. അങ്ങനെ അവിടെ വെച്ച് സീൻ കട്ട് ചെയ്ത് 2023 കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ജൂൺ മിന്നിനോട് അവളുടെ സീക്രട്ട് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവൾ TV ഓൺ ആക്കിക്കൊണ്ട് എന്റെ സീക്രട്ട് നീ ഒഴിച്ച് എല്ലാവർക്കും അറിയാം എന്ന് പറയുകയാണ്. അപ്പൊ ടിവിയിലാണെങ്കിൽ ഇവളുടെ ഒരു മോഷണ കുറ്റത്തിന്റെ ന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ട്രസ് മീൻ $600 ഉണ്ടായിരുന്ന ഒരു വാലറ്റ് മോഷ്ടിച്ചു എന്നൊക്കെയാണ് ആ ന്യൂസിൽ പറയുന്നത്. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്ത് 2006 കാണിക്കുന്നത്. ഈ കാഴ്ച കണ്ടുവന്ന ഗോയു ഞാൻ നിന്റെ ബാഗ് ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ ബാഗിൽ നിന്നും ആ ഫോണും അതുപോലെ തന്നെ ഗ്രാൻഡ് മെയ്ഡ് നെക്ലേസും കണ്ടെടുക്കുന്നു. അപ്പോഴേക്കും മിൻ ഗോയുവിനോട് ഞാൻ ശരിക്കും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ നീ ഒരു വലിയ കള്ളിയാ എന്ന് അവളുടെ മുഖത്ത് നോക്കി പറയുവാണ് ഗോയു. ഗോയു താനൊരു കള്ളിയാണെന്ന് പറയുന്നത് കേട്ട് അവനെ തന്നെ വിശ്വസിക്കാനാവാതെ നോക്കിയിരിക്കുകയാണ് മീൻ. ശേഷം മുത്തശ്ശിയുടെ മാല എടുത്ത് ഗോയു നിനക്കിത് എവിടുന്നാ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാനിത് എവിടുന്ന് മോഷ്ടിച്ചു എന്നാണ് നീ ചോദിക്കുന്നത്, എനിക്കറിയില്ല എന്ന് പറയുകയാണ് മീൻ. ഇതൂടെ കേട്ടതോടെ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഗോയു. ശേഷം ഗോയു അവന്റെ ദേഷ്യം തീർക്കാനായിട്ട് വന്ന് ബാസ്കറ്റ് ബോൾ കളിക്കുവാണ്. എന്നിരുന്നാലും അവന്റെ മനസ്സ് മൊത്തം മിൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമോ എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ജിന്നും ജൂണും ഇവരെ തെരഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ജിന്നാണെങ്കിൽ ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോ, ഞാൻ ഓർത്ത് നീ മിന്നിന്റെ കൂടെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ അങ്ങനെ മൈൻഡ് ചെയ്യാതെ കിടക്കുവാണ്. ശേഷം റൂമിൽ ഗോയുവിന്റെ അടുത്ത് പോയി ജൂണ് നിനക്ക് മിന്നുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവന്റെ പോക്കറ്റിൽ നിന്നും മുത്തശ്ശിയുടെ മാല എടുത്ത് ഇത് മുത്തശ്ശിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ് ഗോയു. അപ്പൊ ജൂണാണെങ്കിൽ ആകാംക്ഷയോടെ എടാ നിനക്ക് ഇത് ഇവിടുന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ കിട്ടി, നീ ഇത് കൊണ്ടുപോയി ഏൽപ്പിക്കുക എന്ന് പറയുകയാണ് ഗോയു. മറ്റൊരു ഭാഗത്താണ് മിന്ന് തന്റെ പാർട്ട് ടൈം വർക്കിന് വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു സ്റ്റെയറിന്റെ അടുത്ത് എത്തുമ്പോൾ ഒന്ന് സ്റ്റക്ക് ആവും. അപ്പോഴാണ് അവർക്ക് ഓർമ്മ വരുന്നത് ഇവിടെ നിന്നാണ് അവർക്ക് മുത്തശ്ശിയുടെ മാല കിട്ടിയതെന്ന്. മറ്റൊരു ഭാഗത്താണെങ്കിൽ ജൂണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് മുത്തശ്ശി. എന്നിട്ട് മുത്തശ്ശി അവനോട് എടാ നിന്റെ ഫ്രണ്ട്സ് നിന്നെ ഈ ഇടത് കൈ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുറ്റപ്പെടുത്തിയോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇടത് കൈയനായ താനിപ്പോ വലത് കൈ കൊണ്ടാണ് ഫുഡ് കഴിക്കുന്നതെന്ന് ജൂൺ മനസ്സിലാക്കുന്നത്. അപ്പൊ ജൂണാണ് ഈ മുത്തശ്ശിയോട് ഞാൻ 2 കൈ കൊണ്ടൊന്ന് കഴിച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം അവൻ പോക്കറ്റിൽ നിന്ന് മുത്തശ്ശിക്ക് ആ മാല എടുത്ത് കൊടുക്കുമ്പോൾ മുത്തശ്ശിക്ക് വളരെയധികം സന്തോഷമാവാണ്. ഇത് നിനക്ക് എവിടെന്നാ കിട്ടിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മുത്തശ്ശി പോയ കടയിലൊക്കെ കയറി ഇറങ്ങി ഗോയു കണ്ടുപിടിച്ചതാ എന്ന് പറയുമ്പോൾ ഇതുവരെ ആകെ സങ്കടത്തിലിരുന്ന മുത്തശ്ശിക്ക് വല്ലാതെ സന്തോഷമാവാണ്. പിറ്റേന്ന് സ്കൂളിൽ ഗോയും ജൂണും ജിന്നും നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദൂരെ മാറി നിൽക്കുന്ന മിന്നിനെ ശ്രദ്ധിക്കുകയാണ് ഇവര്. ഇത് മിന്നും കാണുന്നുണ്ട്. എന്നാൽ ജിന്നൊപ്പം
ഒപ്പം ഉള്ളതുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ തല താഴ്ത്തിയിരിക്കുകയാണ് അവൾ. അപ്പോഴാണ് അവിടേക്ക് വരുന്ന സീനിയേഴ്സ് ഇവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട് ഇവളടുത്തേക്ക് മുട്ടാൻ വേണ്ടി പോകും. നീയാണല്ല പുതിയതായിട്ട് വന്ന ട്രാൻസ്ഫർ സ്റ്റുഡന്റ് എന്നൊക്കെ പറഞ്ഞ് അവളോട് സംസാരിക്കാനിരിക്കുമ്പോൾ ഇത് ഇഷ്ടപ്പെടാതെ ഗോയു അങ്ങോട്ട് വന്ന് എന്താ ഇവിടെ നടക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ സീനിയറാണെങ്കിൽ ദേഷ്യപ്പെട്ട് എന്താ ഇവള് നിന്റെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും കാര്യമാക്കാതെ ഗോയു മിന്നിന്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് വാ നമുക്ക് പോവാം എന്ന് പറയുന്നു. എന്നാൽ ഗോയു കള്ളി എന്ന് തന്റെ മുഖത്ത് നോക്കി വിളിച്ച ദേഷ്യത്തിൽ അവനെ മൈൻഡാക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് മീൻ. മറ്റൊരു ഭാഗത്താണെങ്കിൽ നമ്മുടെ ഗോയുവിന്റെ അമ്മ ഗോയുവിന്റെ അച്ഛനോട് നിങ്ങൾ ഇവിടെ മൊത്തം കള്ളം പറഞ്ഞു വരുത്തുവാണോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാവാതിരിക്കുന്ന ഗോയുവിന്റെ അച്ഛനോട് നിങ്ങൾ ഇവിടെ ഉള്ളവരോട് നമ്മുടെ മോൻ ക്ലാസ്സിലെ ടോപ്പ് സ്റ്റുഡന്റ് ആണെന്ന് ഞാനും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഓ അതാണോ എടി ഞാൻ ജോൺഹിയെ ഉദ്ദേശിച്ചാ പറഞ്ഞേ എന്ന് പറയുമ്പോൾ ഓ അതായിരുന്നോ എന്ന് ചോദിക്കുവാണ് അമ്മ. അപ്പോഴാണെങ്കിൽ ഗോയുവിന്റെ അച്ഛൻ എടി ഇവിടെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നിച്ചു എന്ന് പറഞ്ഞ് ആരോ പരദൂഷണം പരത്തുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇത് കേട്ടുപിടിച്ച ഗോയുവിന്റെ അമ്മയാണെങ്കിൽ ആരാത് അന്ന് നമ്മളെ കണ്ട നേഴ്സിംഗ് ആരുമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പതിയെ അടുത്തോട്ട് വന്ന് അത് പറഞ്ഞു വരുത്തിയത് ഞാനാ എന്ന് പറഞ്ഞ് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് അവിടെ നിന്ന് പോവാണ് ഗോയുവിന്റെ അച്ഛൻ. മറ്റൊരു ഭാഗത്താണ് ഈ വരാന്തയിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന മിന്നിന്റെ പിറകെ ചെന്ന് അപ്പൊ ഇതായിരുന്നു നിന്റെ സീക്രട്ട് എന്ന് ചോദിക്കുകയാണ് ഗോയു. അപ്പൊ മിന്നാണെങ്കിൽ അതെ ഇത് എന്റെ സീക്രട്ട്, ഞാൻ മോഷ്ടിക്കും, നിനക്കിത് മനസ്സിലാക്കാൻ പറ്റുമോ, നിനക്കിത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ നിന്ന് പോ എന്ന് പറയുന്ന മിന്നിനോട് ഇതൊക്കെ ആർക്കാ മനസ്സിലാക്കാൻ കഴിയുന്നേ എന്ന് ചോദിക്കുകയാണ് ഗോയു. ഇതേ സമയം നമ്മുടെ 2023 പ്രസന്റിലെ കാര്യമാണ് കാണിക്കുന്നത്. ഇവിടെയാണെങ്കിൽ മിന്നിന്റെ സീക്രട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ് ഡോക്ടർ ജൂൺ. അപ്പൊ മിൻ ജൂണിനോട് നീ ഒരു സൈക്യാട്രിസ്റ്റ് ആയെന്ന് കേട്ടപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു, നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ജൂൺ ഇതൊരു സൈക്യാട്രിക് ഡിസോർഡറാ, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ മിൻ എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെന്ന് അറിയുന്നത് വളരെയധികം സന്തോഷം എനിക്ക് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവളെ നോക്കി പുഞ്ചിരിക്കുകയാണ് ജൂൺ. അപ്പോഴാണ് മിൻ ജൂണിനോട് റിപ്പോർട്ടേഴ്സ് ഒക്കെ പുറത്തുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ജൂണിന് ഒരു മറുപടി പോലും പറയാൻ അവസരം കൊടുക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് മിൻ. പിന്നീട് വീണ്ടും 2006 കാണിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ വാക്ക് കഴിഞ്ഞ് വരുന്ന മുത്തശ്ശിയെ കൂട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ജൂൺ. നടന്നു പോയിക്കൊണ്ടിരിക്കെ മുത്തശ്ശിയോട് ജൂൺ ഞാൻ ഗോയുവിനെ പോലെ ആവുന്നുണ്ട്, മുത്തശ്ശി അല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന കേൾക്കുമ്പോൾ മുത്തശ്ശി എന്താ ഞാൻ ഗോയുവിനോട് മാത്രം കുറച്ച് സ്നേഹത്തിൽ വരുന്ന പോലെ നിനക്ക് തോന്നിയോ എന്ന് ചോദിക്കുന്ന കേൾക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല, മുത്തശ്ശി ഞങ്ങൾ രണ്ടുപേരെയും ഒരേപോലെ കാണുന്നതെന്ന് എനിക്കറിയാലോ എന്ന് പറയുകയാണ് ജൂൺ. ഇതേ സമയം മറ്റൊരു ഭാഗത്താണെങ്കിൽ പാർട്ട് ടൈം വർക്കിലായിരുന്ന മിന്നാണെങ്കിൽ അവിടെ ടേബിളിലിരിക്കുന്ന ഒരു ഫോൺ കണ്ട് അത് മോഷ്ടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയാണ്. എന്നാൽ അത് മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി തന്നെ പെട്ടെന്ന് പാർട്ട് ടൈം വർക്കും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് മിന്നി പോയിക്കൊണ്ടിരിക്കുന്നത് മുത്തശ്ശിയുടെ കൂടെ പോകുന്ന ജൂൺ കാണുന്നു. മുത്തശ്ശിയോട് ഞാനിപ്പോ വരാം മുത്തശ്ശി പൊക്കോ എന്ന് പറഞ്ഞ് മുന്നിന്റെ പിന്നാലെ പോവാണ് ജൂൺ. മിന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോറിലോട്ട് ഓടിക്കിയതുമാണ്. അവക്കാണെങ്കിൽ മോഷ്ടിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അവൾ ആ സ്റ്റോറിൽ നിന്ന് ഒരു സാധനം പെട്ടെന്ന് എടുത്ത് ബാഗിൽ ഇടാൻ പോകുന്നതും അവിടേക്ക് മിന്നിനെ വന്ന് വിളിക്കുവാണ് ജൂൺ. ജൂണിനെ പെട്ടെന്ന് കണ്ടതും വെപ്രാളത്തിൽ ആ സാധനവും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുവാണ് മിൻ. എന്നാൽ മിന്നിന്റെ പിന്നാലെ പോയി അവളെ തടഞ്ഞു നിർത്തുവാണ് ജൂൺ. ശേഷം അവരൊരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നു. അപ്പൊ മിന്നാണെങ്കിൽ ജൂണിനോട് നീ എന്താ എന്നോടൊന്നും ചോദിക്കുന്നില്ലേ, നീ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ജൂൺ ഈ ലോകത്തിൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും നിനക്കും അറിയോ എന്ന് ചോദിക്കുമ്പോൾ ജൂണിന്റെ മുഖത്ത് നോക്കി തലയാട്ടുകയാണ് മിൻ. മറ്റൊരു ഭാഗത്താണെങ്കിൽ ഗോയും ചിന്നും ജൂണിനെ കാണാത്തതുകൊണ്ട് തന്നെ അവരെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് ജൂൺ അങ്ങോട്ട് വരുന്നത്. ഇവനെ കണ്ടിട്ടാണെങ്കിൽ ഇവര് നീ എത്ര നേരം എവിടെ പോയി കിടക്കുമായിരുന്നതാ എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ജൂൺ. അപ്പോൾ ജിന്നിനെ വിശക്കുന്നുണ്ടെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവർ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ ജൂൺ ആണെങ്കിൽ നിങ്ങളൊരു സ്ഥലം പിക്ക് ചെയ്തിട്ട് എന്നെ വിളിക്ക്, എനിക്ക് ബുക്ക് എടുക്കാൻ ലൈബ്രറി പോകണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. ശേഷം അവൻ ലൈബ്രറിയിലേക്ക് പോകാൻ നേരത്ത് അവൻ ആ സീനിയേഴ്സിനെ അവിടെ വെച്ച് കാണുന്നു. അവരെ പെട്ടെന്ന് കണ്ടതും കുറച്ചു കാലമായിട്ട് അവർക്കിട്ടൊരെണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്ന ജൂൺ ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോയി അവർക്കിട്ടൊരെണ്ണം കൊടുക്കുന്നു. എന്നാൽ അവരുടെ അത്രയും പേരുടെ അടുത്ത് മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജൂണിന് സാധിക്കുന്നില്ല. സീനിയേഴ്സ് പിന്നെയും അന്നത്തെ പോലെ തന്നെ ജൂണിനെ ഇട്ട് അലക്കുവാണ്. പെട്ടെന്നാണ് അങ്ങോട്ട് നമ്മുടെ ഗോയുവിന്റെ തകർപ്പൻ എൻട്രി ഉണ്ടാകുന്നത്. ഗോയുവിനെ പെട്ടെന്ന് കണ്ട സീനിയേഴ്സും ജൂണും അന്തം വിട്ട് അവരെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അവർക്കിട്ട് 1-2 അടിയൊക്കെ ജൂണും കൊടുക്കുന്നുണ്ട്. അങ്ങനെ തല്ലൊക്കെ കഴിഞ്ഞ് ഇവർ രണ്ടുപേരോട് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോയു ആണെങ്കിൽ ജൂണിനോട് നീ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തല്ല് വാങ്ങിക്കൊള്ളാന്ന് എവിടെയെങ്കിലും നേർച്ച ചേർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത്തവണ ഇവരല്ല ഞാൻ അവർക്കിട്ട് ഒരെണ്ണം കൊടുത്തേ എന്ന് പറയുകയാണ് ജൂ. അപ്പോഴാണ് ഗോയും അത് ഞാൻ കണ്ടു, ഇപ്പൊ ഞാൻ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ജൂൺ ഞാൻ ഇന്ന് മിന്നിനെ കണ്ടു എന്ന് പറയുകയാണ്. അവളുടെ അടുത്തായിരുന്നു നമ്മുടെ ഗ്രാൻഡ്മയുടെ നെക്ലേസ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അവളത് മോഷ്ടിച്ചാണെന്നും കൂടി നിന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഗോയു. അപ്പൊ ജൂൺ ആണെങ്കിൽ നീ വിചാരിക്കുന്ന പോലെയല്ല, അതവൾക്ക് കളഞ്ഞു കിട്ടിയതാ, അവൾ മോഷ്ടിച്ചതല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ 2 കണ്ണോണ്ടും കണ്ടത് അവൾ നമ്മുടെ ക്ലാസ്സിൽ ഒരുത്തന്റെ ഫോൺ മോഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞ് ജൂണിനോട് ദേഷ്യപ്പെടുവാണ് ഗോയു. പക്ഷെ ജൂൺ ആണെങ്കിൽ അവളുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും, അവൾ ഇന്ന് എന്റെ അടുത്തിരുന്ന് ഒരുപാട് കരഞ്ഞു എന്നുകൂടെ പറയുമ്പോൾ പ്ലീസ് ഇനി നീ അവളുടെ കാര്യം എന്റെ അടുത്ത് പറയരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വീട്ടിലോട്ട് പോവുകയാണ് ഗോയു. ഇപ്പൊ 2023 മിന്നാണെങ്കിൽ ഡോക്ടർ ജൂണിനോട് തനിക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു ടെൻഡൻസി ആദ്യമായി ഉണ്ടായത് എന്നതിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ ഇതെല്ലാം നിങ്ങളോട് മുന്നേ പറയേണ്ടതായിരുന്നു, അതൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നടന്നതുപോലെ ഒന്നും നടക്കില്ലായിരുന്നു. എന്റെ 16ാമത്തെ വയസ്സിലാണ് എനിക്ക് ആദ്യമായി ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായത്. അന്ന് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ബ്രേസ്ലെറ്റ് മോഷ്ടിച്ചു. പക്ഷേ പിന്നീട് എന്റെ മനസ്സിലെ ഈ ഒരു ടെൻഡൻസി ദിനം പ്രതി കൂടി വന്നു, അതിപ്പോ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് എന്ന് മീൻ പറയുന്നിടത്ത് വെച്ച് പിന്നീട് വീണ്ടും 2006 കാണിക്കുന്നത്.
ഇവിടെ രാത്രി കിടക്കാൻ നേരത്ത് ജൂൺ ഗോയുവിനോട് നിനക്ക് സെല്ലുലാർ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഗോയു ഈ രാത്രി നിന്റെ ഇംഗ്ലീഷ് കേൾക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കുന്നു. അപ്പൊ ഇന്ന് ജൂൺ പീനട്ട് കഴിച്ച് ടെസ്റ്റ് ചെയ്തതിന്റെ കാര്യം ആലോചിക്കുവാണ്. പീനട്സ് ഗോയുവിനായിരുന്നല്ലോ അലർജി ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗോയുവിന്റെ ശീലങ്ങളൊക്കെ ജൂണിനും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ പീനട്ടിന്റെ അലർജിയും തനിക്ക് വന്നോന്നറിയാൻ വേണ്ടി അവൻ പീനട്സ് കഴിച്ചു നോക്കിയിരുന്നു. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അവന്റെ മുഖമൊക്കെ ആകെ മാറുവാണ്. അപ്പൊ അതിനർത്ഥം ഗോയുവിന്റെ പീനട്ട് അലർജിയും ഇപ്പൊ ജൂണിന് വന്നിട്ടുണ്ടെന്നാണ്. ഇപ്പോ രാവിലെ ആണെങ്കിൽ ജൂൺ എഴുന്നേറ്റ് ഗോയു ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ മുത്തശ്ശിക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അന്നേരം ഗോയു എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ജൂണിന്റെ കുറെ പുസ്തകങ്ങളും പേപ്പറുകളൊക്കെ അവിടെ കണ്ട് അതെടുത്ത് മാറ്റി വെക്കാൻ നോക്കുമ്പോൾ അതിലൊരു പേപ്പറിൽ റൈറ്റ് ഹാൻഡ്, കണ്ണ്, ബാസ്കറ്റ് ബോൾ, പ്രാവിനെ പേടി അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവരാണെങ്കിൽ ഇതൊക്കെ എന്തോന്ന് കുന്തം എന്നും പറഞ്ഞ് അതൊക്കെ അവിടെ നിന്ന് മാറ്റി വെക്കുവാണ്. ശേഷം ക്ലാസ്സിൽ മിന്ന് ജൂണിന്റെ അടുത്ത് വന്ന് ഇന്നലെ എന്നോട് സംസാരിച്ചതിൽ താങ്ക്സ് എന്നും പറഞ്ഞ് ഒരു ജ്യൂസ് അവന്റെ അടുത്ത് കൊടുക്കുന്നു. ഇത് കണ്ടുകൊണ്ടുവരുന്ന ഗോയുവിനാണെങ്കിൽ ഇതങ്ങനെ ഇഷ്ടപ്പെടുന്നുമില്ല. മിന്ന് ഈ ജ്യൂസ് മോഷിച്ചതായിരിക്കുമോ എന്ന പേടിയിൽ ഗോയു ആണ് ജൂണിനോട് ഇത് കുടിക്കേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കാതെ ജൂൺ അത് ബാഗിലോട്ട് എടുത്തു വെക്കുന്നു. അപ്പോഴാണ് ജൂൺ ഇടത് കൈകൊണ്ട് എഴുതുന്നത് ഗോയു ശ്രദ്ധിക്കുന്നത്. അപ്പൊ തന്നെ അവൻ അമ്മയെ വിളിച്ച് ഈ സെല്ലുലാർ മെമ്മറി എന്ന് പറഞ്ഞ എന്താ എന്ന് നേരത്തെ ജൂൺ ചോദിച്ച കാര്യം ചോദിക്കുന്നു. അപ്പൊ അമ്മ ഈ സെല്ലുലാർ മെമ്മറി എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സെല്ലുകൾക്കും ഈ മെമ്മറി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരാളുടെ അവയവം മറ്റൊരാൾക്ക് വയ്ക്കുവാണെങ്കിൽ ഇപ്പൊ അയാളുടെ മെമ്മറിയും മറ്റൊരാൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചില ഫോറിൻ കൺട്രീസിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരാൾ ഹൃദയം മാറ്റി വെച്ചപ്പോൾ അയാൾ ആ ഡോണറിന്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് പ്രണയത്തിലായെന്ന്. ഇങ്ങനെയൊക്കെ അമ്മ പറയുമ്പോഴാണെങ്കിൽ ഈ ഇടയായിട്ട് ജൂണിന് വന്ന മാറ്റങ്ങൾ ഗോയു ഓർക്കുവാണ്. അതായത് അവന്റെ ഷോർട്ട് സൈറ്റ് ഇല്ലാതായത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നത്, ഇവനും പ്രാവിനെ പേടിച്ച് ഓടുന്നത് തുടങ്ങി ഇന്ന് മിന്നും ജൂണും കൂടെ സംസാരിക്കുന്നത് വരെ ഇവനെ ഓർക്കുവാണ്. കാരണം ഗോയുനും മിന്നിനോടുള്ള ഇഷ്ടം ഇപ്പൊ ജൂണിനും ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് ഗോയു. നെക്സ്റ്റ് സീനില് ജൂൺ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റോറില് മിന്നിനെ കണ്ട് അവൻ അവിടെ നിൽക്കുവാണ്. മിന്നിനാണെങ്കിൽ ഇപ്പൊ ആ സ്റ്റോറിലൊരു സാധനം മോഷ്ടിക്കാനുള്ള ടെൻഡൻസി വന്ന് നിൽക്കുവാണ്. അവൾ അത് എടുക്കാൻ പോകുന്നതും കറക്റ്റ് സമയത്ത് ജൂൺ വന്ന് അവളുടെ കൈ പിടിച്ച് വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് പോകുന്നതും ഇവര് നേരെ ഗോയുവിന്റെ മുന്നിൽ ചെന്ന് പെടുന്നു. ശേഷം ഗോയു ജൂണിനെ മാറ്റി നിർത്തി സംസാരിക്കുവാണ്. ഗോയു ആണെങ്കിൽ ജൂണിനോട് നീ അവളുടെ മോശ സ്വഭാവം പറഞ്ഞിട്ടും എന്തിനാ അവളോട് നന്നായിട്ട് പെരുമാറുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല അതിന് അവൾക്ക് തക്കതായ ഒരു റീസൺ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജൂൺ മിന്നിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ നീ ഇപ്പൊ അവളോട് നന്നായിട്ട് പെരുമാറുന്നത് ആ സെല്ലുലാർ മെമ്മറി കാരനാണോ എന്ന് ചോദിക്കുകയാണ് ഗോയു. അപ്പൊ ജൂൺ ആണെങ്കിൽ അല്ല, എനിക്ക് അവൾ ആദ്യം കണ്ടപ്പോൾ മുതൽ ഇഷ്ടമായിരുന്നു, നിന്നെ പോലെ തന്നെ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വെറും ഫ്രണ്ട്സാ. ഞാൻ അവളോട് ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിലും ഇതെല്ലാം എന്റെ കാര്യമാ, നീ അതിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഗോയുവിന്റെ മുഖത്ത് നോക്കി പറയുവാണ് ജൂൺ. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പേഴ്സ് കാണുന്നില്ല. ഗോയു ആണ് സംശയത്തോടെ മിന്നിനെ നോക്കുന്നുണ്ട്. അത് മിന്നും കാണുന്നുണ്ട്. ഈ പേഴ്സ് മോഷണം പോയ പെൺകുട്ടിക്കും മിന്നിനെ തന്നെയാണ് സംശയം. അതുകൊണ്ട് അവൾ മിന്നിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. കാരണം മിന്നു പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ആയി വന്നതാണ് ഇവൾ. മാത്രമല്ല പണ്ട് ഇവൾ മിന്നുമായിട്ട് സംസാരിക്കാൻ പോയപ്പോൾ കുറച്ച് റൂഡായിട്ട് മിന്നു ഇവളോട് പെരുമാറിയതിന്റെ ദേഷ്യമുണ്ട്. ഇവളാണെങ്കിൽ മിന്നിനെ തന്നെ തുറപ്പിച്ച് നോക്കുന്നുണ്ട്. എല്ലാവരും ഇവളെന്താ മിന്നിനെ നോക്കുന്ന, ഇനി മിന്നായിരിക്കുമോ മോഷ്ടിച്ചേ എന്നൊക്കെ പറഞ്ഞ് മിന്നിനെ നോക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ആ പേഴ്സ് അവളുടെ തന്നെ ബാഗിൽ നിന്ന് കിട്ടുവാണ്. ശേഷം സാർ അങ്ങോട്ട് വന്ന് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ടോപ്പ് സ്റ്റുഡൻസിനെ ക്ലാസിന്റെ ഫ്രണ്ടിലും ലോ മാർക്ക് കിട്ടിയ കുട്ടികളെ ക്ലാസിന്റെ ബാക്കിലുമായിട്ട് കൊണ്ടുപോയി നിർത്തുന്നു. ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടികളിൽ നമ്മുടെ മിന്നും ജൂണും, ബാക്കിൽ നിൽക്കുന്ന കുട്ടികളിൽ ഗോയും ഉണ്ട്. ശേഷം സാറാണെങ്കിൽ ആ ബാക്കിൽ നിൽക്കുന്ന കുട്ടികളെ അപമാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഫ്രണ്ടിലാവണോ ബാക്കിലാവണോ നിങ്ങളുടെ സ്ഥാനം എന്നും, ഇനിയിപ്പോ ഈ ബാക്കിലെ മുന്നിൽ നിൽക്കുന്ന കുട്ടികളെ തന്നെ ഒന്ന് മുഖാമുഖം നോക്കി നിന്നേ എന്നൊക്കെ പറയുന്നു. ഗോയു ആണ് ഇപ്പോൾ ജൂണിനെ മിന്നിനെ നോക്കി അപമാന ഭാരത്തോടെ നിൽക്കുവാണ്. ശേഷം 2023 പ്രസന്റില് നമ്മുടെ ഡോക്ടർ ജൂണും മിന്നും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ജൂണിന്റെ അസിസ്റ്റന്റ് ഡോക്ടർ കടന്നു വരും. മിന്നിനെ കണ്ടത് അയാൾ ഇത് മിന്നല്ലേ, നിനക്കെന്നെ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ അസിസ്റ്റന്റ് ഡോക്ടർ വേറെ ആരുമല്ല നമ്മുടെ ജിന്നാണ്. അപ്പൊ മിന്നാണെങ്കിൽ ഇതിന്റെ തടിയൊക്കെ പോയി നിന്നുള്ള സുന്ദരക്കൊട്ടവനായല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ 2006 കാണിക്കുന്നത്. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ കുട്ടികളുടെ ഇടയിലൊക്കെ മിന്നു മോഷ്ടിക്കും എന്നൊരു വാർത്ത പടർന്നിരിക്കുകയാണ്. നേരത്തെ പേഴ്സ് മോഷണം പോയെന്ന് പറഞ്ഞ സീൻ ഉണ്ടാക്കി ആ പെണ്ണ് തന്നെയാണ് ഇപ്പൊ എല്ലാവരോടും ഇവൾ മോഷ്ടിക്കും എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. മിന്നു ക്ലാസ്സിലേക്ക് വരുന്നതും എല്ലാവരും ഇവൾ ഇത്തരക്കാരിയായിരുന്നു, ഇവള് മോഷ്ടിക്കും, ഇവളെ കണ്ടാ പറയില്ലല്ലോ എന്നൊക്കെ പറയുന്നത് മിന്നു കേൾക്കുന്നു. സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ഇവൾ ഈ ഓടി പോകുന്നത് ജൂൺ കാണുന്നുണ്ട്. ജൂൺ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ആ കൈ വിട്ട് അവൾ പിന്നെ ഓടുവാണ്. പെട്ടെന്ന് തന്നെ ജൂൺ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ കുട്ടികളെ സംസാരിക്കുന്നത് കേട്ട് ആരെ മോഷ്ടിച്ചെന്ന് അവൻ ചോദിക്കുമ്പോൾ അപ്പൊ നേരത്തെ ആ സീൻ ഉണ്ടാക്കിയ പെണ്ണാണെങ്കിൽ നീ അറിഞ്ഞില്ലേ നമ്മുടെ മിന്നെ ആളുകളുടെ സാധനമൊക്കെ മോഷ്ടിക്കും എന്ന് പറഞ്ഞൊരു റൂമർ ഇപ്പൊ പരക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദേഷ്യത്തെ ജൂൺ എല്ലാവരോടും നിങ്ങൾ ആരെങ്കിലും കണ്ടോ അവൾ മോഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ പേടിച്ച് മറ്റവളാണെങ്കിൽ ഞാനിതാരും പറയുന്നത് കേട്ടതാ എന്ന് പറയുന്നു. പിന്നീട് ജൂൺ ആണെങ്കിൽ നേരെ ഗോയുവിന്റെ അടുത്തേക്ക് പോകുന്നു. ശേഷം ജൂൺ നീയാണോ മിന്നു മോഷ്ടിക്കുന്നു എല്ലാവരോടും പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ഗോയു എന്താ അവൾ മോഷ്ടിക്കുന്ന ആരെങ്കിലും കണ്ടോ, എന്തൊക്കെയായാലും നീ ഇനി അവളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ല എന്നോട് ഇപ്പൊ ദേഷ്യപ്പെടാൻ മാത്രം അവൾ നിനക്ക് ഇമ്പോർട്ടന്റ് ആയോ, അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുമ്പോഴാണെങ്കിൽ ഇവരുടെ ശബ്ദം കേട്ട് എല്ലാ കുട്ടികളും ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ഗോയു ആണെങ്കിൽ പിന്നെയും നിനക്കങ്ങ് തുറന്ന് പറഞ്ഞുകൂടെ നിനക്ക് മിന്നിനെ ഇഷ്ടമാണെന്ന്, അവൾ മോഷിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. അവൾ കള്ളിയാണെന്ന് മനസ്സിലായാലും നീ അവളുടെ കൂടെ നിൽക്കുമോ, എന്താ ഇപ്പൊ നീ ഒന്നും പറയാത്തെ, നിനക്ക് ഇന്നെ നോക്കി നിൽക്കാൻ നല്ലത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഗോയു പറയുന്നത് കേട്ട് ദേഷ്യം കൊണ്ട് അവനിട്ടൊരെണ്ണം കൊടുക്കുവാണ് ജൂൺ. ശേഷം അവർ രണ്ടുപേരും അവരുടെ ഇതുവരെയുള്ള ഫ്രണ്ട്ഷിപ്പ് വരെ മറന്ന് തമ്മി തല്ലുകയാണ്. അവർക്കിടയിൽ കിടന്ന് ജിന്നും വിഷമിക്കുന്നുണ്ട്. തമ്മി തല്ലിക്കൊണ്ടിരിക്കുന്ന ജൂണിനെയും ഗോയുവിനെയും സാർ വന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. ശേഷം സാർ ഈ കാര്യം പറഞ്ഞ് ഗ്രാൻഡ്മയെ സ്കൂളിലോട്ട് വിളിപ്പിക്കുന്നു.
ഗ്രാൻമി ആണെങ്കിൽ സങ്കടത്തോടെ വന്ന സാറിനോട് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോകുന്നു. പോകുന്ന വഴിക്ക് ഗോയു ആണെങ്കിൽ ഇന്ന് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഗ്രാൻമി ആണെങ്കിൽ പിടിച്ചു നിർത്തി ഞാൻ ഇന്ന് നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാടാ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് ഗോയു. ശേഷം വീട്ടിലോട്ട് പോകാൻ തുടങ്ങുന്ന ജൂണിനോട് ഗ്രാൻമ ഞാൻ എന്റെ പൂക്കളൊക്കെ കുറച്ച് പേര് ഏൽപ്പിച്ചിട്ടാ വന്നേക്കുന്നത്, അത് ഞാൻ വിട്ടിട്ട് വേഗം വരാം, നീ വീട്ടിലോട്ട് പൊക്കോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. രാത്രി ജൂണാണെങ്കിൽ ഗോയു എന്നും കാണുന്ന ആ സ്വപ്നം കാണുന്നു. അതായത് ഗോയു ജൂണിന്റെ ചേട്ടന്റെ അടുത്തേക്ക് പോകുന്നതും ചേട്ടനെ ഒരു പ്രേതമായി കാണുന്നതുമല്ല. ശേഷം സ്വപ്നം കണ്ട് എഴുന്നേക്കുന്ന ജൂണാണെങ്കിൽ എഴുന്നേറ്റ് ഗ്രാൻമിന്റെ അടുത്ത് പോയി നോക്കുമ്പോൾ ഗ്രാൻമ വന്നിട്ടില്ല. സമയമാണെങ്കിൽ ഒരുപാട് വൈകിട്ടുണ്ട്. ജൂൺ ആ മഴയത്ത് മുത്തശ്ശി തപ്പി പോവാണ്. ഒരുപാട് സമയം ഫോണിലേക്ക് ജൂൺ കോൾ ചെയ്തിട്ടും മുത്തശ്ശി എടുക്കുന്നില്ല. കാരണം മുത്തശ്ശി ഇപ്പോ റോഡിൽ വീണ് കിടക്കുവാണ്. ബോധമില്ലാതെ മഴയത്ത് കിടക്കുന്ന മുത്തശ്ശിക്ക് ചുറ്റും വിൽക്കാൻ കൊണ്ടുപോയ പൂക്കൾ ചിന്നിച്ചിറായി കിടപ്പുണ്ട്. നെക്സ്റ്റ് ഡേ ക്ലാസ്സിലിരിക്കുന്ന ഗോയുവിന്റെ അടുത്തേക്ക് സാറ് വന്ന് നീ വേഗം ബാഗ് പാക്ക് ചെയ്ത് വാ, ഞാൻ നിനക്കൊരു ടാക്സി വിളിച്ചു തരാമെന്ന് പറയും. സംഭവത്തെ പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ഗോയു സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടുവാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ അതിന് പുറത്ത് ജൂൺ ഇരിപ്പുണ്ട്. ജൂണിനെ കണ്ട ഗോയു ആണെങ്കിൽ നമുക്ക് കരയണ്ട, നമ്മൾ കരഞ്ഞ ഗ്രാൻമയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ ജൂൺ അത് സമ്മതിച്ച് ഇല്ല ഞാൻ കരയില്ല എന്ന് പറയുവാണ്. ശേഷം ഇപ്പോൾ ഗ്രാൻമയെ റൂമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഗോയും ജൂണും കൂടെ ബെഡൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ജൂൺ ആണെങ്കിൽ ഗോയുവിനോട് ഇന്നലെ നടന്ന കാര്യത്തിന് സോറി പറയുന്നു. അപ്പൊ ഗോയു ആണെങ്കിൽ അതത്ര വലിയ കാര്യമൊന്നുമല്ല, നീ വിട്ടേക്ക് എന്ന് പറയുന്നു. ശേഷം രണ്ടുപേരും കൂടെ മുത്തശ്ശിയുടെ കാര്യത്തെ കുറിച്ച് തിരക്കാൻ വേണ്ടിയിട്ട് ഗോയുവിന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. ഗോയുവിന്റെ അമ്മ അവരോടായിട്ട് സർജറി കഴിഞ്ഞു, മുത്തശ്ശിക്ക് ബ്രെയിനിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് തന്നെ കോൺഷ്യസ് ആവാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് പറയുന്നു. ഗോയും ജൂണാണെങ്കിൽ ഭക്ഷണമോ വെള്ളമോ കുടിക്കാതെ മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഇരിപ്പാണ്. ഗോയുവിന്റെ അച്ഛനാണെങ്കിൽ അതിന് വന്ന് ഇവരോട് ചെയ്ത് പറയുന്നുണ്ട്. രാത്രി കിടക്കാൻ നേരം ജൂണാണെങ്കിൽ ഗോയുവിനോട് നീ എന്നും കണ്ടുകൊണ്ടിരുന്ന ആ സ്വപ്നം ഇന്നലെ ഞാൻ കണ്ടു, ഇനി നിനക്ക് പേടിക്കാതെ കിടക്കാം, കാരണം നീ കണ്ടു പേടിച്ചോണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ ഇപ്പൊ ഞാനാ കണ്ടോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവനെ ചിരിപ്പിക്കാനായിട്ട് ഗോയു നീ ഇതിനൊക്കെ പ്രതിഫലം എനിക്ക് തരണം, നിന്റെ കണ്ണ് വരെ ശരിയായത് എന്റെ കിഡ്നി കാരണമാണെന്ന് നീ മറക്കരുത് എന്നൊക്കെ പറയുവാണ്. മുത്തശ്ശിയുടെ അടുത്ത് ഇങ്ങനെ ഇടവും വല്ലോ തിന്നാതെയും കുടിക്കാതെ ഇരിക്കുന്നവരെ രണ്ടുപേരെയും ചീത്ത പറഞ്ഞ് ഗോയുവിന്റെ അച്ഛൻ ക്ലാസ്സിലേക്ക് അയക്കുവാണ്. ക്ലാസ്സിലേക്ക് വരുന്ന ജൂൺ മിന്നിനെ കാണുമ്പോൾ ഞാൻ സാദിന്റെ അടുത്തു നിന്ന് നീ ട്രാൻസ്ഫർ ആയി പോകുന്ന കാര്യം അറിഞ്ഞു എന്ന് പറയുമ്പോൾ മിൻ ചിരിച്ചുകൊണ്ട് ഞാൻ വിദേശത്ത് പോയി പഠിക്കാന്ന് വിചാരിച്ചിരിക്കുക, എന്തായാലും നിന്നോട് എനിക്ക് എല്ലാത്തിനും നന്ദിയുണ്ട് എന്ന് പറയുന്നു. രാത്രി മുത്തശ്ശിയുടെ അടുത്തിരിക്കുന്ന ഗോയു അബോധാവസ്ഥയിലുള്ള മുത്തശ്ശിയോടായി എനിക്കറിയാം മുത്തശ്ശി വെറുതെ ഉറങ്ങിക്കിടക്കുവാന്ന്, മുത്തശ്ശി നിങ്ങളെ എനിക്ക് സ്നേഹം എന്തെന്ന് പഠിപ്പിച്ചു തന്നെ, നിങ്ങൾ എത്ര വലിയ ആളാണെന്ന് നിങ്ങൾക്കറിയാവോ, ഒരാളെ സ്നേഹിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ മുത്തശ്ശിയെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള കാര്യം, എനിക്ക് മുത്തശ്ശിയോട് ഒരുപാട് നന്ദിയുണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര നന്ദി എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ അടുത്തിരുന്ന് പൊട്ടിക്കരയുന്നു. രാത്രി ജൂണിനെ തേടി ഗോയുവിന്റെ കോൾ വരുന്നു. അതിൽ ഗോയു കരഞ്ഞുകൊണ്ട് എടാ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുന്നു. മുത്തശ്ശി അവരെ വിട്ടു പോയ കാര്യം മനസ്സിലാക്കി ജൂൺ അവിടെ ഇരുന്ന് മുത്തശ്ശിയോട്ട് കരയുന്നു. ഇപ്പോ ജൂണിന്റെ വീട്ടിൽ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ചേട്ടന്റെയും ഒപ്പം മുത്തശ്ശിയുടെ പടം കൂടിയുണ്ട്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗോയുവിന്റെ അമ്മ ജൂണിനെ അവന്റെ കൂടെ താമസിക്കാൻ വേണ്ടി വിളിക്കുന്നു. ജൂൺ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗോയു ഒരു സ്റ്റോറിൽ വരുമ്പോൾ അവിടെ വെച്ച് മിന്നിനെ കാണുന്നു. മിൻ അവിടെ നിന്ന് ഒരു സാധനം എടുക്കാൻ പോകുന്നത് ഗോയു കാണുന്നതും അവൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്നു. ഇത് കണ്ട മിൻ അവന്റെ പിന്നാലെ പോയി ഞാനത് മോഷിക്കാൻ പോവല്ലായിരുന്നു എന്ന് മിൻ പറയുമ്പോൾ അതെനിക്കറിയാം, ഞാൻ അതുകൊണ്ടല്ല തിരിഞ്ഞു നടന്നേ എന്ന് ഗോയു പറയുന്നു. പിന്നീട് അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് 2023 കാണിക്കുന്നത്. ഇപ്പോൾ ഡോക്ടറും മിന്നും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ നടന്നു വന്നുകൊണ്ടിരിക്കുവാണ്. ഇവരിങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ ആണെങ്കിൽ മിന്നിന്റെ കൈ പിടിക്കും. ശേഷം ഡോക്ടർ എനിക്കിത് കുറച്ചു കാലം മുന്നേ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കും ഇത് ഇഷ്ടാ എന്ന് പറയുവാണ് മിൻ. അങ്ങനെ അവൻ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒന്നിക്കുകയാണ്. ഇപ്പൊ വീട് 2006 കാണിക്കുന്നത്. മുത്തശ്ശിയൊക്കെ മരിച്ച് ഒരു മാസത്തിന് ശേഷം ഗോയു ജൂണിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഗോയുവിനെ കാത്തൊരു കത്തുണ്ടായിരുന്നു. അത് ജൂണിന്റെ കത്തായിരുന്നു. അതിൽ പറയുന്നത് ഞാനൊരു യാത്ര പോവാണ്, നിന്നെ കൂടാതെ പോകുന്നതിന് ക്ഷമിക്കണം, നീ നിന്റെ കാര്യം നന്നായിട്ട് നോക്കണം, ഇനി മുതൽ നീ എന്നും കാണുന്ന ദുസ്വപ്നം ഞാൻ മാത്രമേ കാണൂ എന്നായിരുന്നു. ശേഷം വീണ്ടും അവിടെ സീൻ കട്ട് ചെയ്ത് 2023 കാണിക്കുന്നത്. ഇപ്പൊ ഒരു പാർക്കിലൂടെ മിന്നും ഡോക്ടറും കൈ പിടിച്ച് വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ മിൻ ഡോക്ടറോട് അവനാ നിന്നെ വന്ന് എന്നോട് കാണാൻ പറഞ്ഞത്, നിന്നോടുള്ള എന്റെ ഇഷ്ടത്തെ കുറിച്ച് അവൻ അറിയായിരുന്നു. ശേഷം മിൻ ദൂരെയുള്ള ഒരാളെ നോക്കി അവൻ വന്നല്ലോ എന്ന് പറയുമ്പോൾ ദൂരെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഒരാൾ നിൽപ്പുണ്ട്. തന്റെ കണ്ണുകൾ വിശ്വസിക്കാനാവാതെ ഡോക്ടർ അയാളടുത്തേക്ക് നീങ്ങുമ്പോൾ അയാൾ തിരിഞ്ഞ് ഡോക്ടറെ നോക്കിക്കൊണ്ട് ഗോയു എന്ന് വിളിക്കുന്നു. ഇപ്പോഴാണ് ഒരു വമ്പൻ ടെസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത്രയും നാളെ നമ്മൾ ജൂൺ ആണെന്ന് വിചാരിച്ചിരുന്ന ഈ ഡോക്ടർ ഗോയു ആയിരുന്നു. ഇപ്പൊ വന്നു നിൽക്കുന്ന മനുഷ്യനാണ് ജൂൺ. മൊത്തത്തിൽ ഗോയുവിന്റെ ഒരു തരത്തിലുള്ള സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡോക്ടർ ജൂൺ ആണെന്ന് വിചാരിച്ചത്. കാരണം ഡോക്ടറിന് ജൂണിനെ പോലെ ഒരു പതിഞ്ഞ സ്വഭാവമായിരുന്നു, എന്നാ അത് ഗോയു ആയിരുന്നു. ശേഷം ഇവരിങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോൾ താഴെ ഒരു ഇല്യൂഷൻ എന്ന രീതിയിൽ കുട്ടിക്കാലത്തെ മിന്നും ജൂണും ജിന്നും ഗോയും ഒക്കെ വന്ന് നിൽക്കുവാണ്. അങ്ങനെ പ്രസന്റും പാസ്റ്റും മുഖാമുഖം ചിരിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സീനും കാണിച്ചാണ് നമ്മുടെ ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. ഒരു നല്ല സുഹൃത്ത് ബന്ധത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും പ്രണയത്തിന്റെയും ഒക്കെ കഥ പറഞ്ഞ ഒരു നല്ല ഫീൽ ഗുഡ് ഡ്രാമ തന്നെയായിരുന്നു ഇത്.